ഇവരുടെ ചാനലുണ്ട് പറഞ്ഞു, പക്ഷെ അത് ആക്സസ് തരാമെന്ന് പറഞ്ഞിട്ട് അവരെന്തോ ചേഞ്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഡ്രൈവിൽ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ആദ്യം തരാമെന്ന് പറഞ്ഞു പിന്നെ ആക്സസ് എന്തോ ചേഞ്ച് ചെയ്തു എന്ന് എന്തോ പറഞ്ഞിട്ട് മാറ്റി. അതായത് എൻകോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പിൽ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ കാറ്റഗറിക്കൽ വേരിയബിൾസ് ഉണ്ടാവില്ലേ, ഒബ്ജക്റ്റ് ടൈപ്പ്, ഇപ്പോൾ കൺട്രി നെയിംസ്, ആ ഒരു ടൈപ്പ് നെയിംസ് ഒന്നും സാധാരണ യൂസ് ചെയ്യില്ല. അങ്ങനത്തെ ഒബ്ജക്റ്റ് കാറ്റഗറീസ് ഉണ്ടാകുമ്പോൾ അതിൽ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്തിട്ട് ന്യൂമറിക്കൽ വാല്യൂവിലേക്ക് കൊണ്ടുവരുന്നതെന്നുള്ളത്. അതിന് 3 ടെക്നിക്കാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. ഒന്ന് ലോഗ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത്, അത് കുറച്ച് നല്ല എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് പോളിനോമിയൽ ഫീച്ചേഴ്സും നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു എൻകോഡിംഗ് ടൈപ്സും. ഇതാണ് 3 ടൈപ്പ്. ഈ ലോഗ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഇത്രേ ഉള്ളൂ. ലോഗരിതം വാല്യൂസ് ഉണ്ടാവില്ലേ, അതിനെ വെച്ചിട്ട് ഇതിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരും. ഇപ്പോൾ 1000 എന്നുള്ള ഒരു വാല്യൂ ആണെന്നുണ്ടെങ്കിൽ എന്താ എ സിയുടെ ആണോ സൗണ്ട്? ഇതിൽ 1800 എന്നുള്ള വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അത് ലോഗിൻ്റെ ഒരു ടൈപ്പ് യൂസ് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 7.49 എന്നുള്ള ആ ഒരു റേഞ്ചിലേക്ക് റെഡ്യൂസ് ആവുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇൻകം എന്നുള്ള ഒരു വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ അതിൽ പലതരത്തിലുള്ള വാല്യൂസ് ഉണ്ടാവും. ഇപ്പോൾ നോർമൽ റേഞ്ച് ഒരു 20K to 100K ആണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ചിലപ്പോൾ അതിൻ്റെ മേലേക്ക് ഈ ഔട്ട്ലയേഴ്സ് പോലെ ഒരുപാട് എമൗണ്ട് വരുന്ന ജോബ് റോൾസ് ഉണ്ടാവും, CTO CFO എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അത് ആക്ച്വലി ആ ഒരു നോർമൽ റേഞ്ചിൻ്റെ മുകളിലോട്ടാണ് നിൽക്കുന്നത്. സോ ഇത് ഹാൻഡിൽ ചെയ്തിട്ട് സ്കെയിൽ ചെയ്ത് വെച്ചാലും ആ ഒരു സ്കെയിലിങ് ചില ടൈമിൽ അത്ര എഫക്റ്റീവ് ആയില്ല. സോ ഇങ്ങനത്തെ സ്ക്യൂഡ് ഡാറ്റയിൽ യൂസ് ചെയ്യാനാണ് ഈ ഒരു ലോഗ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള മെത്തേഡ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സ്ക്യൂഡ് ഡാറ്റ അല്ലെങ്കിൽ ഈ ഔട്ട്ലെയേഴ്സ് ഹെവി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഡാറ്റയിൽ റോബ് സ്കെയിലിംഗ് യൂസ് ചെയ്യാം. അല്ലാണ്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യും. ഈ വലിയ വാല്യൂസൊക്കെ റെഡ്യൂസ് ചെയ്ത് ഒരേ റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ലോഗ് 3 ടൈപ്പ് ഉണ്ട്. ഇതിൽ നാച്ചുറൽ ലോഗ് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ദ ബേസ് എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പില്ലേ, E⁻² എന്ന് എഴുതുന്നത്. ദെൻ ബേസ് 10 വരുന്ന ലോഗരിതം. 3ാമത്തെ ബേസ് 2 ലോഗരിതം, കോമൺ ഇൻ ബൈനറി ആപ്ലിക്കേഷൻസ്. ഇത് ഓരോ യൂസ് കേസിനനുസരിച്ചിട്ടാണ് ചേഞ്ച് ആവുക. നോർമലി ഈ ഒരു കൺവേർഷനിൽ എക്സ്പോണൻഷ്യൽ എന്നുള്ള നാച്ചുറൽ ലോഗ് യൂസ് ചെയ്യും. ബൈനറി ആപ്ലിക്കേഷൻസ്, ആ ഒരു നമ്പേഴ്സ് ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ വരുമ്പോൾ ചില സമയത്ത് ബേസ് 2 അൽഗോരിതം ലോഗരിതം യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് 3 ടൈപ്പ് ലോഗരിതം ബേസ്ഡ് ആയിട്ടുള്ള ലോഗ് ട്രാൻസ്ഫോർമേഷൻസ്. ഈ വാല്യൂവിനെ ഇങ്ങനെ റെഡ്യൂസ് ചെയ്തിട്ട് ഈ റെഡ്യൂസ് ചെയ്ത വാല്യൂസാണ് ആക്ച്വലി പ്രൊഡിക്ഷൻ യൂസ് ചെയ്യുക. നമ്മുടെ കാറ്റഗറീസ് ആണ് ഇപ്പോൾ ബൈനറി ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നതിൽ ആ ഒരു ഇതിന് ഇത്. ദെൻ വേസ്റ്റ് ആണ് നോക്കണം. നാച്ചുറൽ ലോഗ് ഈ ഇൻകം ആ ഒരു ടൈപ്പ് ഒറിജിനൽ ഡാറ്റ ഉണ്ടാവില്ലേ, ഒറിജിനൽ ഡാറ്റ അതിൽ ഔട്ട്ലയേഴ്സ് ഉണ്ടാവില്ലേ, ആ ഒരു ടൈപ്പിന് നാച്ചുറൽ ലോഗ് യൂസ് ചെയ്യും. സോ ഈ ഒരു റേഞ്ചിലേക്ക് അതിൻ്റെ ടോട്ടൽ വാല്യൂസ് കൺവേർട്ട് ചെയ്തെടുക്കും. ഇത് വെച്ചിട്ടാണ് ഫൈനൽ പ്രൊഡിക്ഷനും ചെയ്യുക. സോ ഈ ഇൻപുട്ട് മാത്രമേ നമ്മൾ ലോഗ് ട്രാൻസ്ഫോർമേഷൻ ആയാലും സ്കെയിലിംഗ് ആയാലും അങ്ങനത്തെ സംഭവങ്ങൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഔട്ട്പുട്ട് സ്കെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അത് റിവേർട്ട് ചെയ്തെടുക്കണം. അതിൽ ലോഗ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്താൽ ഇപ്പോൾ ഹൗസ് പ്രൈസിൻ്റെ പ്രൊഡിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 1 lakh അല്ലെങ്കിൽ 2 lakh എന്നുള്ള ഒരു 20 lakh എന്നുള്ള വാല്യൂ എന്ന് വയ്ക്കുക. അതിനെ ഈ ഒരു ലോഗ് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഔട്ട്പുട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റെഡ്യൂസ് ചെയ്ത വാല്യൂ ആയിരിക്കും ആക്ച്വലി പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ആക്ച്വൽ വാല്യൂ കിട്ടണമെങ്കിൽ ആ 20 lakh എന്നുള്ള വാല്യൂ തന്നെ വേണ്ടേ. ആ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ അപ്ലൈ ചെയ്യാണ്ടിരിക്കുക. അല്ല ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വാല്യൂ റിവേർട്ട് ചെയ്തിട്ട് ഒറിജിനൽ വാല്യൂവിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, ലോഗിൻ്റെ അത് തന്നെയുള്ളൂ. ഈ ഒരു ബേസ് വെച്ചിട്ട് ചേഞ്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു ലോഗ് വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യും, ഈ ഒരു റേഞ്ചിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ട്
സ്കെയിലിങ് ഔട്ട്ലേഴ്സ് വരുമ്പോഴും തന്നെ ഇത് ഈ ഹയർ വാല്യൂസ് വരുമ്പോൾ സ്കെയിലിംഗ് ആയാലും ഇതിൻ്റെ ലോഗിൻ്റെ ഇതിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരേ റേഞ്ചിലേക്ക് എല്ലാം കിട്ടുമല്ലോ. മറ്റേതെന്ന് പറയുമ്പോൾ ഒരു റേഞ്ചിൽ കൺവേർട്ട് ചെയ്ത് വെക്കുന്നതാണ്. ഇപ്പോൾ 0 to 1, -1 to 1 ആ ഒരു രീതിയിൽ സ്കെയിലിങ്. ഇതെന്ന് പറയുമ്പോൾ ആ എല്ലാ വാല്യൂസിനും റെഡ്യൂസ് ചെയ്തിട്ട് ഒരേപോലെ യൂസ് ചെയ്യാന്നുള്ളത് മാത്രം. ഈ വാല്യൂസ് ജസ്റ്റ് ഈ വാല്യൂസ് മാത്രമാണ് ലോഗ് 1800 നാച്ചുറൽ ലോഗ് യൂസ് ചെയ്യുന്ന പോലെ. അല്ലെങ്കിൽ ബേസ് ഏതാണോ വെക്കുന്നത്, ഇതിൽ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് E22.5 എന്ന് പറഞ്ഞിട്ട് കൊടുക്കണില്ലേ, ആ ഒരു രീതിയിൽ ഡയറക്റ്റ് വോളിയം കൺവേർട്ട് ചെയ്ത വാല്യൂ ആയിരിക്കും പിന്നെ യൂസ് ചെയ്യുന്നത്. പ്രഡിക്ഷൻ യൂസ് ചെയ്യുന്നത് സെയിം വാല്യൂ ആയിരിക്കും. ഇൻപുട്ട് എല്ലാം അല്ല, ആവശ്യമുള്ള ഇപ്പോൾ ഇൻകം അങ്ങനെയുള്ള ഔട്ട്ലേഴ്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉള്ള ഇതില്ലേ, സ്ക്യൂഡ് ഡാറ്റ വരുന്നതിലാണ് എഫക്റ്റീവായിട്ട് ലോഗ് വർക്ക് ചെയ്യുക. ആ ഹൈ വാല്യൂസ് വരുമ്പോൾ സ്ക്യൂഡ് ഡാറ്റ എന്നാണ് പറയുക. സ്ക്യൂഡ് മെട്രിക്സ് എന്നൊക്കെ പറയുന്ന പോലെ സ്ക്യൂഡ് ഡാറ്റ എന്ന് പറയും. ഔട്ട്ലേഴ്സ് ഒക്കെ വരുമ്പോൾ ആ ഒരു വാല്യൂസ് കൂടുതലായിട്ട് വരുമ്പോഴാണ് ലോഗ് എഫക്റ്റീവായിട്ട് വർക്ക് ആവുക. സെയിം ആ ഒരു റെഡ്യൂസ്ഡ് വേർഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. Then when not to use log transformations, while log transformation is a powerful tool, there are scenarios where it might be not suitable or even outlier productive. സോ ഇത് നെഗറ്റീവ് അല്ലെങ്കിൽ 0 വാല്യൂസ് ഒക്കെ വരുമ്പോൾ ഈ ഒരു ലോഗ് ട്രാൻസ്ഫോർമേഷൻസ് നോർമലി യൂസ് ചെയ്യില്ല. അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ലോഗരിതംസ് ആർ undefined for non-positive numbers. If your data contains 0 or negative values, applying a log transformation will raise mathematical errors. So ഒരു പോസിറ്റീവ് നമ്പേഴ്സിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുക. ഈ ഹൈ വാല്യൂസ് വരുന്ന ടൈപ്പിൽ ആൾട്ടർനേറ്റീവ് ഷിഫ്റ്റ് ആൾ വാല്യൂസ് ബൈ ആഡിങ് എ കോൺസ്റ്റൻറ്റ് ബിഫോർ അപ്ലൈയിങ് ദ ലോഗ്. ലൈക്ക് ഈ എപ്സിലോൺ എന്നുള്ള ഒരു ഇത് യൂസ് ചെയ്യില്ലേ കോൺസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് മാത്സിൽ, അതേപോലെ ഒരു ചെറിയ വാല്യൂ അതിൻ്റെ കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് എന്നുള്ളത് മാറി കിട്ടും. ആ ടൈമിൽ എഗെയിൻ ഈ ഒരു ലോഗ് അപ്ലൈ ചെയ്യുകയെന്നുണ്ടെങ്കിൽ വർക്കാവും. അല്ലാന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്കൽ എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഡാറ്റ ദാറ്റ് ഓൾറെഡി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്, അതായത് നമ്മൾ സ്കെയിൽ ചെയ്ത ഡാറ്റ ഉണ്ടാവില്ലേ, അത് ഓൾറെഡി ഒരു ഡിസ്ട്രിബ്യൂഷനിലാവും കിടക്കുന്നത്. ആ ഒരു ടൈപ്പിലൊക്കെ പിന്നെ ലോഗ് അപ്ലൈ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വലിയ യൂസ് ഒന്നുമില്ല. വൈ ഇറ്റ്സ് ആൻ ഇഷ്യൂ ഇഫ് യുവർ ഫീച്ചർ ഈസ് ഓൾറെഡി ക്ലോസ് ടു എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്ലൈയിങ് എ ലോഗ് ട്രാൻസ്ഫോർമേഷൻ കുഡ് ഡിസ്റ്റോർട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ അൺനെസസറിലി. സോ ഈ ഓൾറെഡി ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷന് മാറാൻ ചാൻസ് ഉണ്ട്. അതിൽ ലോഗ് ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യണ്ട. നെഗറ്റീവ് വാല്യൂസിൽ 0 വാല്യൂസിൽ പിന്നെ ഈ ഒരു ഓൾറെഡി ഡിസ്ട്രിബ്യൂഷനുള്ള ഡാറ്റയിൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ അതിൽ ലോഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ വാല്യൂസ് പോകും. ഇത് പല റേഞ്ചിലാണ് കിടക്കുന്നത്. ഹൈ വാല്യൂസ് ഉണ്ട്, സ്ക്യൂഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഡയറക്റ്റ് ലോഗ് അപ്ലൈ ചെയ്യാം. അല്ലാണ്ട് ഓൾറെഡി സ്കെയിൽ ചെയ്ത ഒരു ഡാറ്റയിൽ അങ്ങനെ ചെയ്യണമെന്നില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ എറേഴ്സ് റൈസ് ആവും. ക്ലിയർ ആണോ ലോഗ്? അതിന് പകരം യൂസ് ചെയ്യുന്നത് സ്കിപ്പ് ലോഗ് ട്രാൻസ്ഫോർമേഷൻ ഓർ യൂസ് ലെസ് അഗ്രസീവ് ട്രാൻസ്ഫോർമേഷൻ. ഈ ലോഗ് ആകുമ്പോൾ അത്രയും റെഡ്യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ആ ലോഗ് 1800 അപ്ലൈ ചെയ്തപ്പോൾ 7.49 എന്നുള്ള ഒരു വാല്യൂവിൻ്റെ അവിടേക്ക് വന്നു. ഇതിന് പകരമായിട്ട് സ്ക്വയർ റൂട്ടോ അല്ലെങ്കിൽ ക്യൂബ് റൂട്ടോ അങ്ങനത്തെ മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഇതേ വാല്യൂസിൻ്റെ തന്നെ സ്ക്വയർ റൂട്ടോ ക്യൂബ് റൂട്ടോ എടുത്താലും സെയിം ഒരു കൺവേർഷനല്ലേ നടക്കുന്നത്. ലെസ് അഗ്രസീവ് ആയിരിക്കും ആ ഒരു ഇത്. ചെറുതാക്കിയിട്ട് ആ ഒരു റേഞ്ചിലേക്ക് കൊടുക്കുക എന്നുണ്ടെങ്കിൽ മോഡലിനെ പ്രഡിക്റ്റ് ചെയ്യാൻ ഒന്നുകൂടി എളുപ്പമുണ്ടാവും. ഇപ്പോൾ നമുക്ക് കുറേ വലിയ വാല്യൂസ് ഹാൻഡിൽ ചെയ്യുന്നതും ചെറിയ വാല്യൂസ് ഹാൻഡിൽ ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് ഇല്ലേ, അതേപോലെ മോഡലും സ്ട്രഗിൾ ചെയ്യും. അതുകൊണ്ടാണ് ഒരു കൺവേർഷൻ അവിടെ വരുന്നത്. ഓക്കെ. ദെൻ മൂന്നാമത്തെ ടൈപ്പ് ഡാറ്റ വിത്ത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻസ്. അതും ഇഷ്യൂ ആണ്. ലോഗ് ട്രാൻസ്ഫോർമേഷൻ ഹാസ് ലിറ്റിൽ ടു നോ എഫക്റ്റ് ഓൺ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റ ബിക്കോസ് ദ സ്പ്രെഡ് ഈസ് ഓൾറെഡി ഇവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് ദ റേഞ്ച്. സോ ആ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാസിൽ അല്ലെങ്കിൽ സ്കെയിൽ ചെയ്ത ഡാറ്റാസിൽ ഇത് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യില്ല. അതിന് പകരം യൂസ് അതർ ട്രാൻസ്ഫോർമേഷൻസ് ഓർ ഫീച്ചർ എഞ്ചിനീയറിംഗ് ടെക്നിക്സ് ഇഫ് നീഡഡ്. അപ്പോൾ അതിന് പകരമായിട്ട്
ഈ വേറെ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഫീച്ചർ എഞ്ചിനീയറിംഗ് ടെക്നിക്സ് അതിന്ന് പുതിയ ഫീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന പോലെ, അതാണ് ഫീച്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക്. ദെൻ ഇൻ്റർപ്രറ്റബിലിറ്റി കോണേഴ്സ്. വൈ ഇറ്റ്സ് ആൻ ഇഷ്യൂ? ആഫ്റ്റർ ലോഗ് ട്രാൻസ്ഫോർമേഷൻ ദ ഫീച്ചർ വാല്യൂസ് നോ ലോങ്ങർ റിപ്രസെൻറ്റ് ദ ഒറിജിനൽ സ്കെയിൽ. നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒറിജിനൽ സ്കെയിലിന് പിന്നെ വാല്യൂ ഇല്ലല്ലോ, ഈ കൺവേർട്ട് ചെയ്ത വാല്യൂ ആണല്ലോ മെയിനായിട്ട് എടുക്കുക. സോ ഇൻകം ഇൻ ഡോളേഴ്സ് ബിക്കംസ് ലോഗ് സ്കെയിൽഡ്. ദിസ് ക്യാൻ കോംപ്ലിക്കേറ്റ് ഇൻ്റർപ്രറ്റബിലിറ്റി ഫോർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സോ ടെക്നിക്കലി അത് നോക്കുക എന്നുണ്ടെങ്കിൽ നമുക്കത് സ്കെയിൽ ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കൺവേർട്ട് ചെയ്താണെന്നറിയാം. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അവർ കണ്ട് ശീലിച്ചത് ഈ ഒരു തൗസൻഡ്സ് അല്ലെങ്കിൽ ലാക്സിലുള്ള വാല്യൂ ആയിരിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ആ ഒരു ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് കണ്ടില്ലേ, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട്, അത് ആക്ച്വലി പ്രഡിക്ഷൻ ചെയ്യുമ്പോഴും ലാസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വാല്യൂസ് കൺവേർട്ട് ചെയ്തത് എങ്ങനെയാണോ അത് തന്നെ ആ ഒരു എഫക്റ്റ് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ട്രാൻസ്ഫോം എന്നുള്ള മെത്തേഡ് കൊടുക്കുന്നത്. ഫിറ്റ് ചെയ്യുന്നതും ട്രാൻസ്ഫോം ചെയ്യുന്നതും. ദെൻ അതല്ലാണ്ട് ഫീച്ചേഴ്സ് വിത്ത് സ്മോൾ റേഞ്ചസ്. ഫോർ ഫീച്ചേഴ്സ് വിത്ത് വാല്യൂസ് ഇൻ സ്മോൾ റേഞ്ച്, എക്സാമ്പിൾ 0.1 to 10, log transformation may not significantly improve the distribute and can introduce unnecessary complexity. സോ ഭയങ്കര ചെറിയ റേഞ്ചസിലുള്ള വാല്യൂസിന് പിന്നെയും ലോഗ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇത് പിന്നെയും കോംപ്ലക്സിറ്റി കൂട്ടുകയുള്ളൂ. സോ ആൾട്ടർനേറ്റീവായിട്ട് എങ്ങനെയാണോ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ കിടക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് കിടക്കുന്നത്, സെയിം റേഞ്ച് കീപ്പ് ചെയ്യാം. ദെൻ ഭയങ്കര ഔട്ട്ലെയർ ഹെവി ഡാറ്റ ആയിട്ട് ഇപ്പോൾ കുറച്ച് പോയിൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് ഔട്ട്ലെയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കൺവേർഷൻ വരുമ്പോഴും സെയിം രീതിയിൽ ഇഷ്യൂസ് ഉണ്ടാവും. While log transformation reduces the impact of outliers, it does not eliminate them entirely. Extreme outliers may still skew the result. അതായത് ഇപ്പോൾ ചില റിസൾട്ട് നോർമലി ഉള്ള ഒരു റേഞ്ച് 20K to 100K ആണെന്നുണ്ടെങ്കിൽ ഒരു 5 lakh ഒരു 1 million ആ ഒരു റേഞ്ചിലൊക്കെ കുറച്ച് ഔട്ട്ലെയേഴ്സ് ഉണ്ട്. അതിലും ഭയങ്കര ഹൈ ആയിട്ട് ഔട്ട്ലെയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിൽ അത് ആ ഒരു രീതിയിൽ തന്നെയാണ് ലോഗ് എടുത്താലും ഈ ഒരു റേഞ്ചിൽ നിന്ന് വിട്ട് നിൽക്കുക. സോ ആ ഒരു ടൈമിൽ ഔട്ട്ലെയേഴ്സ് ഹെവി ആണെന്നുണ്ടെങ്കിൽ ഇതിന് പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കൺസിഡർ റോബസ്റ്റ് സ്കെയിലിംഗ് ടെക്നിക്സ്. എക്സാമ്പിൾ ക്വാണ്ടൈൽ ട്രാൻസ്ഫോർമേഷൻസ് ഓർ ഹാൻഡിൽ ഔട്ട്ലെയേഴ്സ് സെപ്പറേറ്റ്ലി. സോ നമ്മൾ മാനുവലി ഔട്ട്ലെയേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന ടെക്നിക്സോ അല്ലെങ്കിൽ റോബസ്റ്റ് സ്കെയിലിങ്ങോ യൂസ് ചെയ്യുക ഔട്ട്ലെയേഴ്സ് ഹെവി ആണെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ്, നോൺ monotonic relationship. If the relationship between the feature and the target is not monotonic, example U-shaped, log transformation may not help and could even harm the model's performance. ലീനിയർ അല്ലാത്ത ടൈപ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ അതിൽ ചെറിയ ഇഷ്യൂസ് വരലുണ്ട് ഈ ഒരു ഇത് യൂസ് ചെയ്യുമ്പോൾ. എക്സ്പ്ലോർ പോളിനോമിയൽ ഓർ അതർ നോൺ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. പോളിനോമിയലിൻ്റെ വേറെ ഏതെങ്കിലും മെത്തേഡ്സ് യൂസ് ചെയ്യും. ഇതിൽ എല്ലാ മെത്തേഡും അങ്ങനെ നോക്കണം. ജസ്റ്റ് ഇങ്ങനെ ഓൾറെഡി സ്കെയിൽ ചെയ്ത ഡാറ്റയിൽ യൂസ് ചെയ്യരുത്, ചെറിയ റേഞ്ചിൽ യൂസ് ചെയ്യരുത്. ഈ ലോഗ് വാല്യൂ ഭയങ്കര ഹെവി ആയിട്ട് ട്രാൻസ്ഫോർമേഷൻ നടത്തും. ആ ഒരു ഇത് വെച്ചിട്ട് എന്തൊക്കെ സിനാരിയോസാണ് യൂസ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് നോക്കുക. അങ്ങനത്തെ ടൈപ്പ് ഡാറ്റയിൽ മാത്രം അപ്ലൈ ചെയ്യാം. പിന്നെ ഔട്ട്ലെയേഴ്സ് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഡാറ്റയിലും യൂസ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഒരു സ്കെയിലിങ്ങും ഇത് തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തത്, ഇപ്പോൾ മിൻ മാക്സ് സ്കെയിലിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് ബെറ്ററായിട്ട് പ്രഡിക്ഷൻ ചെയ്യുന്നത് ഒരു നോർമൽ റേഞ്ചുള്ള ഡാറ്റയിലായിരിക്കും. ഇപ്പോൾ 0 to 100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ ഏകദേശം ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഡാറ്റയിൽ അതിന് റീട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ട് ഒരു സ്കെയിലിലേക്ക് വെക്കുമ്പോൾ മിൻ മാക്സ് സ്കെയിലിംഗ് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. ദെൻ ലോഗ് ആൻഡ് സ്ക്വയർ റൂട്ട് ട്രാൻസ്ഫോർമേഷൻസ്. ലോഗ് കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ആൻഡ് അങ്ങനത്തെ യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ സ്ക്വയർ റൂട്ട് അപ്ലൈ ചെയ്യുക. ഷുഡ് ബി അപ്ലൈഡ് ഓൺലി വെൻ ദ ഫീച്ചർ ഡിസ്ട്രിബ്യൂഷൻ ജസ്റ്റിഫൈസ് ഇറ്റ്. നമ്മുടെ ഈ ഒരു ഡാറ്റ നോളജും കൂടി വെച്ചിട്ട് വേണം
ഏതാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് എടുക്കുക. എക്സാമ്പിൾ സ്ക്യൂഡ് ഡാറ്റ ഓർ വാല്യൂ സ്പാനിങ് സെവറൽ ഓർഡേഴ്സ് ഓർ മാഗ്നിറ്റ്യൂഡ്. ആ ഒരു ടൈമിലാണ് ലോഗ് എഫക്റ്റീവായിട്ട് വർക്ക് ആവുക, ഈ ഒരു സ്ക്യൂഡ് ഡാറ്റ ഒരുപാട് ഉള്ളപ്പോൾ. ഇത്രയാണ് യൂസ് കേസസ് ഏതിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, യൂസ് ചെയ്യേണ്ടാത്തതെന്നുള്ളത് ലോഗ് ട്രാൻസ്ഫോർമേഷൻ. ഇത് പോളിനോമിയൽ റിഗ്രഷൻ എന്നുള്ള ഒരു ടൈപ്പാണ്. നമ്മൾ ലീനിയർ റിഗ്രഷൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ലൈന് ഫിറ്റ് ചെയ്യുന്ന കാണിച്ചു തന്നില്ലേ, ഡിഗ്രീസിനനുസരിച്ചിട്ട് ആ ഒരു എക്സാമ്പിൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ ഒരു ഹൗസ് പ്രൈസിൻ്റെ പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ ലീനിയർ റിഗ്രഷൻ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ആ ഒരു ബെസ്റ്റ് ഫിറ്റ് കൊണ്ടുവരാൻ നോക്കും. ഇത് ലോഗ് ട്രാൻസ്ഫോർമേഷൻ്റെ ആ ഒരു സ്കെയിലിംഗ് ആണ്. ഓരോ സ്കെയിൽസ് എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്നുള്ളത്. ഇപ്പോൾ ഒറിജിനൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ്റെ ഇപ്പോൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഈ ഒരു റേഞ്ചിലായിരിക്കും നോർമലി കിടക്കുന്നത്, സ്ക്യൂഡ് മെട്രിക്സ് ആയിട്ടുള്ള ടൈപ്പിൽ. നെക്സ്റ്റ് ആ ഒരു ലോഗ് ഇൻകം എന്നുള്ള കോളത്തിനെ ജസ്റ്റ് പ്ലോട്ട് ചെയ്തിട്ട് ഒരേ റേഞ്ചിലേക്ക് മാക്സിമം കൺവേർട്ട് ചെയ്യുന്നത്. സ്റ്റിൽ ആ ഒരു വലിയൊരു ഫീച്ചർ ഒരുപാട് എഫക്റ്റ് ചെയ്യാണ്ട് വരുന്നുണ്ട്. ബട്ട് ആ ഒരു റേഞ്ചിലേക്ക് ഏകദേശം ബാലൻസ് ചെയ്ത് വയ്ക്കുകയാണ് ലോഗ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുക. ആൻഡ് ഈ ഒരു പല റേഞ്ചിലുള്ള സ്ക്യൂഡ് ആയിട്ടുള്ള ഒരു ലോഗ് ട്രാൻസ്ഫോർമേഷൻസ് റിഗ്രഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ചേഞ്ചാണ് വരിക. ഇപ്പോൾ ഇതിൽ ഈ ഒരു കൂടുതൽ ഡാറ്റ വരുന്നത് ആ 0.2 എന്നുള്ള റേഞ്ചിൽ അല്ലെങ്കിൽ ഈ ഒരു 5 എന്നുള്ള ഒരു റീജിയനിലാണ്. ആൻഡ് ഇവിടെ ഒന്നും ഈ ഒരു ഡാറ്റാസിൻ്റെ ആ ഒരു സ്പ്രെഡിങ് ഇല്ല. ഓക്കെ, സെയിം റേഞ്ചിൽ ഉള്ള ഡാറ്റാസ് ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഡാറ്റയുടെ സ്പ്രെഡ് ചില സ്ഥലത്ത് കുറവാണ്. ലോഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാല്യൂസും കൂടി അവിടെ ഇൻട്രൊഡ്യൂസ് ആവും. ലൈക്ക് ഇപ്പോൾ 1800 റെഡ്യൂസ് ചെയ്തപ്പോൾ 7.49 എന്ന് വരില്ലേ. സോ സെയിം റേഞ്ചിലുള്ള ഒരു വാല്യൂസിനെ റെഡ്യൂസ് ചെയ്ത് വെക്കുമ്പോൾ കുറച്ചുകൂടി വാല്യൂസ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ആവും. ഏകദേശം ഒരു റേഞ്ചിലേക്ക് അതിനെ അപ്ലൈ ചെയ്ത് വെക്കുന്നതാണ് ഈ ഒരു ലോഗ് ട്രാൻസ്ഫോർമേഷനിൽ നടക്കുന്നത്. ക്ലിയർ ആണ്? ഇത് മിൻമാക്സ് സ്കെയിലിങ്ങിൻ്റെ ഒരു ഗ്രാഫ്. ഇപ്പോൾ ഒരേ റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഈ എക്സും വൈ ഒരേ കോറിലേഷനിൽ പോകണമെന്ന് വയ്ക്കുക, ലീനിയർ റിലേഷൻഷിപ്പിൽ. സോ ഈ മാക്സിമം ഈ പോയിൻറ്റ്സ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതിന് പറ്റും. 0 to 100 എന്നാണെന്നുണ്ടെങ്കിൽ ഒരേ റേഞ്ചിൽ പോകുകയെന്നുണ്ടെങ്കിൽ അതിലുള്ള ആ ഒരു പോയിൻറ്റ്സ് ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് ഇതേപോലെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അത് തന്നെ ഇവിടെ വരുമ്പോൾ സ്ക്വയർ റൂട്ട് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആ കർവ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഫിറ്റ് ചെയ്യാൻ നോക്കും. ആൻഡ് ഇതിൽ മാക്സിമം ലോഗ് ട്രാൻസ്ഫോർമേഷൻ്റെ ഇത് വരുമ്പോൾ ഈ വാല്യൂസ് പല ഇതിലായിരിക്കും, പല റീജിയനിലായിരിക്കും. ഇപ്പോൾ ഹൈ വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഔട്ട്ലയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മേ ബി ഒരു ഔട്ട്ലയേഴ്സിൻ്റെ വാല്യൂ ആയിരിക്കും. ആൻഡ് അതിൽ കുറഞ്ഞത് ഈ ഒരു റീജിയനിൽ വരും. ആൻഡ് അങ്ങനെ കുറഞ്ഞ് വരുമ്പോൾ സ്റ്റിൽ അതൊരു ഡിസ്ട്രിബ്യൂഷൻ പോലെ അറേഞ്ച് ചെയ്യും. ഓക്കെ, സ്ക്വയർ റൂട്ടിൻ്റെ ആകുമ്പോൾ ഏതൊക്കെയാണോ വാല്യൂസ് അത് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യും. അങ്ങനത്തെ ആ ഒരു കർവിൻ്റെ ആ ഒരു ഫിറ്റിങ്ങിൻ്റെ ചേഞ്ച് മാത്രമാണ് വരുന്നത്. ഇത് കുറച്ചുകൂടി അഗ്രസീവ് ആയതുകൊണ്ട് ഒരുപാട് വലിയ വാല്യൂ ഉണ്ടെങ്കിലും അതിനെ ഹാൻഡിൽ ചെയ്യും. പക്ഷെ ഒരുപാട് വാല്യൂസ് ഇങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ കർവിങ്ങും ആ ഒരു പ്ലോട്ടിങ്ങും എൻറ്റയർലി ഈ ഒരു സൈഡിലേക്ക് സ്ക്യൂഡ് ആയി പോകും.
അപ്പോൾ ആ ടൈമിൽ പ്രഡിക്ഷൻസ് അതിനനുസരിച്ചിട്ട് അഫക്റ്റ് ആവും. പോളിനോമിയൽ റിഗ്രഷൻ അല്ലെങ്കിൽ പോളിനോമിയൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിൽ എക്സ് വൈ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഇല്ല. ആക്ച്വലി ഈ പോയിൻറ്റ്സ് തമ്മിൽ ഡിപ്പെൻഡൻസിയിൽ വർക്കാവുന്നില്ല. ഇപ്പോൾ എക്സ് ഇൻക്രീസ് ആകുമ്പോൾ വൈ ഇൻക്രീസ് ആവുക ആ ഒരു ടൈപ്പ് ഇല്ല. ജസ്റ്റ് അതിനെ ഫിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈപ്പിൽ മാത്രമാണ് അത് വർക്കാവുക. എക്സ് വൈ എന്നുള്ള ആ ഒരു കോറിലേഷൻ ബേസ്ഡ് അല്ല വർക്കാവുന്നത്. ആ ഡിഗ്രി ബേസിലാണ്. ആ ഡിഗ്രി എത്ര ഹൈ ആവുന്നോ ആ ഹൈ ആവുന്ന ഇതിനനുസരിച്ചിട്ട് മാക്സിമം പോയിൻറ്റ്സിനെ, ഇപ്പോൾ ഇതിൽ ഒരു ലൈനായിട്ട് പ്ലോട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ മാക്സിമം പോയിൻറ്റ്സിനെ ടച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അത് നോക്കും. ഇപ്പോൾ ഡിഗ്രി ആ ഒരു ചിലതിൽ β1 അല്ലെങ്കിൽ θ1 θ2 θn വരെയൊക്കെ കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ B2n അങ്ങനെയൊക്കെ ഇക്വേഷൻസിലാണ് കൊടുക്കുക. രണ്ടും ആ ഒരു ഇക്വേഷൻ്റെ ബേസിൽ ഇങ്ങനെ വരുന്നു എന്നുള്ളൂ. B² B2n ആ ഒരു രീതിയിലൊക്കെ അപ് ടു Bn ആ ഡിഗ്രീസ് മാത്രമാണ് ചേഞ്ച് ആവുന്നത്. സോ ലോ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിറ്റിങ് കുറവായിരിക്കും ലൈനിൻ്റെത്. മാക്സിമം പോയിൻറ്റ്സ് ഫിറ്റ് ചെയ്യണമെന്നില്ല. ഹൈ ഡിഗ്രി ആവുന്തോറും ഈ ലൈൻസ് മാക്സിമം ഫ്ലെക്സിബിളായിട്ട് ഇതിനെ ഫിറ്റ് ചെയ്യാൻ നോക്കും. ഈ ടൈപ്പാണ് പോളിനോമിയൽ റിഗ്രഷൻ എന്ന് പറഞ്ഞത്. ഇന്ന് കാര്യമായിട്ട് നോക്കണേ. ഓക്കെ, ഇന്നലത്തെ ഇതാണോ ഇൻസൈറ്റ്സ് എങ്ങനെ എടുക്കുകയെന്ന്? ഇക്വേഷനിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. മറ്റേത് y = wx + b എന്നുള്ളത് ഇതിൻ്റെ a² അപ് ടു n വരെയുള്ളത് സെയിം ഇക്വേഷൻ. ആ ഇക്വേഷൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്. പോളിനോമിയലും ലീനിയർ റിഗ്രഷൻ എത്ര പോയിൻറ്റ്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് ചേഞ്ച് ആകും. അപ് ടു n പോയിൻറ്റ്സ്. അത് മാത്രമാണ് വ്യത്യാസം. ഇതിൽ എക്സ്ട്രാ പോയിൻറ്റ്സ് വരുന്ന എക്സും വൈയും സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യില്ലേ നമ്മൾ ട്രെയിനിങ് ടെസ്റ്റിൻ്റെ മുന്നേ. ആ ഒരു പോയിൻറ്റിൻ്റെ കൂടെ ആ ഒരു പ്ലോട്ടിങ് മാത്രമേ എക്സ്ട്രാ വരുന്നുള്ളൂ. ലീനിയറും പോളിനോമിയലും പ്ലോട്ട് ചെയ്യുമ്പോൾ എന്താണ് ഡിഫറൻസ് വരുന്നതെന്ന്. ഇപ്പോൾ ഇതിൽ റെഡ് എന്നുള്ളത് ലീനിയർ റിഗ്രഷൻ്റെത്. അതിൻ്റെ ആ പോയിൻറ്റ്സ് ടച്ച് ചെയ്ത് നോക്കുക. ലീനിയർ റിഗ്രഷൻ്റെ ഇതിൽ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരുന്നുണ്ട്. ആൻഡ് പോയിൻറ്റ്സ് മാക്സിമം ഇതിനനുസരിച്ചിട്ട് ഡിഗ്രി 2 എന്നുള്ളതാണ് കൊടുത്തേക്കണത്. ഡിഗ്രി 1 ആണെന്നുണ്ടെങ്കിൽ ഇത്രയും പോയിൻറ്റ്സ് ടച്ച് ചെയ്യണമെന്ന് അതിന് നിർബന്ധമില്ല. ബട്ട് ഡിഗ്രി ഇങ്ങനെ ഹൈ ആയിട്ട് വരുന്തോറും ഈ ലൈൻസ് മാക്സിമം അതിന് ടച്ച് ചെയ്ത് പോകാൻ നോക്കും. ഇത് ആക്ച്വലി ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ടുള്ളൊരു ഇതിപ്പോൾ ഈ ഗ്രീനില്ലേ, ഗ്രീന് പോളിനോമിയൽ റിഗ്രഷനാണ്. ഈ ഡാറ്റ പോയിൻറ്റ്സ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞിട്ടൊക്കെയാണ് വരിക. ഇത് ടച്ച് ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. മാക്സിമം അത് ടച്ച് ചെയ്യാൻ ശ്രമിക്കും. ഇതിപ്പോൾ എല്ലാ പോയിൻറ്റ്സും കവർ ചെയ്ത് പോയിട്ടില്ലേ ഈ ഗ്രീൻ ലൈന്. നേരത്തെ ഇവിടെ കാണിച്ചില്ലേ, വേറെ നോക്കട്ടെ. ഇതില്ലേ, ഈ ഒരു രീതിയിലാണ് ആക്ച്വലി അതിൻ്റെ ഫിറ്റിങ് വരിക. ഓക്കെ, ഇതിൽ ചെയ്യുന്നത് ഈ പോയിൻറ്റ്സ് ടോട്ടലി കണക്ട് ചെയ്യുക എന്നേ ഉള്ളൂ. മറ്റേലും പോയിൻറ്റ്സ് കണക്ട് ചെയ്ത് പോവുകയാണ്. ആ ഗ്രാഫ് ജസ്റ്റ് മാറിയെന്നുള്ളൂ. പോയിൻറ്റ്സ് ഈ ഡിഗ്രി കൂടുന്തോറും അതിന് ഇപ്പോൾ ഡിഗ്രി 3 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ചുകൂടി പോയിൻറ്റ്സ് ഉണ്ടെന്ന് വയ്ക്കുക. മാക്സിമം എല്ലാത്തിലും ടച്ച് ചെയ്ത് പോകാൻ നോക്കും. അതാണ് ലീനിയർ റിഗ്രഷൻ്റെ ഇതിൻ്റെ വ്യത്യാസം. ഇത് ലീനിയർ റിഗ്രഷനിൽ എങ്ങനെ അപ്പ് ആൻഡ് ഡൗണോ
ആ അതിൽ മാക്സിമം പോയിന്റ്സ് ടച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇത് ഡിഗ്രീസ് ഹൈ ആവും തോറും ഈ ഒരു ലൈൻസിൻ്റെ ഇതില്ലേ അത് ഫ്ലെക്സിബിളായി വരും പോളിനോമിയൽ റിഗ്രഷനിൽ. സോ മാക്സിമം പോയിന്റ്സ് ടച്ച് ചെയ്ത് പോകുക എന്നുള്ള കൺസെപ്റ്റ് ആവും. ഡിഗ്രി 3 ആകുമ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകുക എന്ന് പറയുമ്പോൾ ലൈക്ക് ഫ്ലെക്സിബിളായിട്ട് ഇതിനെ കുറച്ചുകൂടി ഫിറ്റ് ചെയ്യാൻ നോക്കും. ഇതിലിപ്പോൾ 4-5 പോയിൻ്റേ ഉള്ളൂ, ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും ഏത് ഡിഗ്രിയിലാണെന്നുണ്ടെങ്കിൽ. കൂടുതൽ പോയിന്റ്സ് വരുമ്പോൾ ഇപ്പോൾ 10-100 പോയിന്റ്സ് ഉണ്ടെന്ന് വയ്ക്കുക, ആ പോയിന്റ്സിനൊക്കെ ടച്ച് ചെയ്യണം എന്നുള്ള ഒരു ടെൻഡൻസി അതിന് വരും ഡിഗ്രി ഹൈ ആകുമ്പോൾ. ആ എൻഡ് പോയിന്റ്സ് വരെ വരുമ്പോൾ ഇത്രയും പോയിന്റ്സ് ടച്ച് ചെയ്ത് പോകാന്നുള്ള ഒരു ഇത് വരും. അതേസമയം ലീനിയറിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലീനിയറിൻ്റെ ആ പൊസിഷനിങ് എങ്ങനെയാണോ കറക്റ്റ് കിടക്കുന്നത് അതിൽ ടച്ച് ചെയ്യുന്നത് ടച്ച് ചെയ്യാം, ബാക്കിയുള്ളത് പുറത്ത് തന്നെ വെക്കണം. ഇത് ഡിഗ്രി സെക്കൻഡാണ് കൊടുത്തേക്കണത്, പക്ഷേ ഈ ഒരു ഡാറ്റ ജസ്റ്റ് സിന്തറ്റിക് ഡാറ്റ ക്രിയേറ്റ് ചെയ്തതെന്നുള്ളൂ. ജസ്റ്റ് നമ്മൾ ചെറിയ ഡാറ്റ പുതിയതെടുക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഇത് ആക്ച്വലി ഈ ഒരു കൺസെപ്റ്റേ ഉള്ളൂ. നോർമലി നമ്മൾ ലീനിയർ എടുക്കുക എന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ അതിൻ്റെ പ്ലേസിങ് വരുന്നത് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനല്ലേ വരിക ലീനിയർ ആകുമ്പോൾ. അതിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് ടച്ച് ചെയ്യാം, അല്ലാത്തത് പുറത്ത് തന്നെ നിൽക്കണം, എറേഴ്സായിട്ട് തന്നെ നിൽക്കണം. ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ടച്ച് ചെയ്യുമ്പോഴാണ് എറേഴ്സ് കുറഞ്ഞിട്ട് ബെസ്റ്റ് ഫിറ്റ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. ഈ ലൈൻ ആക്ച്വലി ബെസ്റ്റ് ഫിറ്റ് എന്നാണ് പറയുക. ലീനിയർ റിഗ്രഷൻ്റെ ആ ഒരു ഇതിൽ കൂടുതൽ പോയിന്റ്സ് ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ബെസ്റ്റ് ഫിറ്റ് എന്നാണ് പറയുക. അതിന് അതേ ടൈമിൽ ഈ പോളിനോമിയലിന് വരുമ്പോൾ ഇത് ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. ഇതിൻ്റെ ഗ്രാഫ് ശരിക്കും വരുന്ന ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഗ്രാഫാണ്. മാക്സിമം പോയിന്റ്സ് ടച്ച് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റാണ്. ഇപ്പോൾ ഇതിൽ കർവ് പോലെയാണ് ആക്ച്വലി അതിൽ പോയിന്റ്സ് അറേഞ്ച് ചെയ്യുക, പോളിനോമിയൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ കുറേ പോയിന്റ്സ് ഇല്ലേ, ഇതേപോലെയാണ് അതിൽ ശരിക്കും പറഞ്ഞാൽ അറേഞ്ച് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആ ഒരു ഇൻകത്തിൻ്റെ എന്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പോളിനോമിയലുള്ള ഇത് പ്രഡിക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ബെസ്റ്റ് ഫിറ്റ് അല്ല. ലീനിയറിൽ മാത്രമാണ് ആ ഒരു എക്സാക്ട് വാല്യൂസ് ഉണ്ടാവുള്ളൂ. ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻസ് എന്ന് പറയും. ഇത് നോൺ ലീനിയർ റിലേഷൻഷിപ്പ്. ഇതിപ്പോൾ പോളിനോമിയൽ മാത്രമേ ഉള്ളൂ. നേരത്തെ ആ ചെയ്ത ഗ്രാഫില്ലേ അത് കമ്പാരിസൺ. ഇത്ര ഉള്ളൂ വ്യത്യാസം. എക്സും വൈയും തമ്മിലുള്ള ഒരു കണക്ഷനില്ലേ അങ്ങനെ വരുന്നത് ലീനിയർ. മറ്റത് ഈ ഒരു ഡിഗ്രി ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ആ ഇക്വേഷൻ മാറിയിട്ട് ആ ഒരു ടൈപ്പ് എക്സും വൈയും തമ്മിലുള്ള കണക്ഷൻ ഇല്ലാത്ത ഡാറ്റ പോളിനോമിയൽ ആ ഒരു ടൈപ്പിലാണ് വരിക. അതാണ് ഡാറ്റ പോയിൻറ്റ്സിൻ്റെ തമ്മിലുള്ള വ്യത്യാസം. പോളിനോമിയലിലോ ലീനിയറിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ലീനിയറിൽ അതായത് ഇപ്പോൾ 1000-ൽ ഇപ്പോൾ എക്സും വൈയും തമ്മിലുള്ള ഒരു റിലേഷൻ, ഇപ്പോൾ ഹൗസ് സൈസും പ്രൈസ് എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം ഉണ്ടാവില്ലേ. അപ്പോൾ അതിൽ 1000 സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ ഒരു വാല്യൂ വരില്ലേ, അത് 1500 ആകുമ്പോൾ ആക്ച്വലി ഇൻക്രീസ് ആവണം, അതിനനുസരിച്ച് ഇൻക്രീസ് ആവണം. ആ ഒരു ടൈപ്പ് ലീനിയർ റിഗ്രഷൻ. പക്ഷേ ഇതിൽ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ 1500 വരുമ്പോൾ ഈ ഒരു റീജിയണിൽ വരാം, ഇവിടെ വരാം, എങ്ങനെ വേണമെങ്കിലും വരാം, എവിടെ വേണമെങ്കിലും ആ ഒരു പോയിന്റ് വരാം, ഡാറ്റ പോയിന്റ്. ആ ഒരു ടൈപ്പാണ് റാൻഡംലി അങ്ങനെ കിടക്കുന്ന ഡാറ്റ പോയിൻറ്റ്സ് ആണ് പോളിനോമിയൽ റിഗ്രഷൻ. സ്റ്റിൽ അവിടെ ഒരു ട്രെൻഡ് ഉണ്ടാവും, ബട്ട് അത് ലീനിയർ ആവണമെന്ന് നിർബന്ധമില്ല. എക്സും വൈയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കീപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ന്യൂമറിക്കൽ ലീനിയറിൽ അങ്ങനെ നോക്കില്ല. അങ്ങനത്തെ കൂടുതൽ പോയിന്റ്സ് വരുമ്പോഴാണ് പോളിനോമിയൽ റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്. അത് സിമിലാരിറ്റിയാണ്, അത് ഡിഫറൻസ് ആണ്. അങ്ങനെ കണക്ഷൻ ഇല്ലാത്ത ടൈപ്പ് വരില്ലേ, അത് ഡാറ്റ സിമിലാരിറ്റി ആടാ. അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ സിമിലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോറിലേഷൻ അങ്ങനെ ചെക്ക് ചെയ്യും. പിന്നെ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്, മ്യൂച്വൽ ഇൻഫറൻസ് എന്ന് പറഞ്ഞിട്ട്. അത്
അല്ല, ഈ കോറിലേഷൻ പോലെ വേറൊരു ഇതുണ്ട്. അതായത് ഒരു ഫീച്ചർ ഒന്നിനോട് ഡിപ്പെൻഡൻ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്നു. ഇതേപോലെ കോറിലേഷൻ കാണുന്ന പോലെ ഡയറക്റ്റ് ചെയ്യും. ഡിപ്പെൻഡൻസി ഇപ്പോൾ ചൂട് കൂടുമ്പോൾ നമ്മൾ ഫാൻ ഇടുക, ആ ഒരു കൺസെപ്റ്റിൽ ആ ഒരു സംഭവം നോക്കുന്നത്. ഒരു ഇക്വേഷൻ്റെ ഡിഫറൻസ് y ചിലതിൽ β0 b1x എന്നൊക്കെ ഉള്ളതുണ്ടാവും. നമ്മൾ wx പ്ലസ് b എന്നുള്ള ഒരു ടൈപ്പ്. പോളിനോമിയൽ വരുമ്പോൾ ഈ b0 b1 b2 അപ് ടു n വരെ ഉള്ളത്. സോ അതിൽ ഡിഫറൻസസ് റിലേഷൻഷിപ്പ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് വരുന്നത്, ലീനിയർ റിഗ്രഷൻ ആണെന്നുണ്ടെങ്കിൽ അസ്യൂംസ് എ സ്ട്രെയിറ്റ് ലൈൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് സ്യൂട്ടബിൾ ഫോർ ലീനിയർ ട്രാൻസ്. ഹൗസിൻ്റെ ആ ഒരു സൈസും പ്രൈസും തമ്മിലുള്ള ഒരു കണക്ഷൻ. മോഡൽ കോംപ്ലക്സിറ്റി സിമ്പിൾ, ഈസിയർ ടു ഇൻ്റർപ്രറ്റ്, ഫ്യൂവർ പാരാമീറ്റേഴ്സ്, ലെസ് പ്രോൺ ടു ഓവർ ഫിറ്റിംഗ്. ദെൻ ഫ്ലെക്സിബിലിറ്റി, അതായത് ഈ ലൈന് ഫിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ലിമിറ്റഡ് ടു ലീനിയർ റിലേഷൻഷിപ്സ് മേ അണ്ടർ ഫിറ്റ് നോൺ ലീനിയർ ഡാറ്റ. ആ നോൺ ലീനിയർ ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ അത് ഫിറ്റ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ആ ലൈൻ എവിടെ കിടക്കുന്നോ അതിൽ കൂടുതൽ പോയിൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് ബെസ്റ്റ് ഫിറ്റ് ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കും. അല്ലാത്തത് പുറത്ത് തന്നെ നിൽക്കണം പോയിൻറ്റ്സ്. പോളിനോമിയലിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നാച്ചർ ഓഫ് റിലേഷൻഷിപ്പ് വരുന്നത് can model non-linear relationships by fitting a polynomial equation to the data. അതായത് b01 b21 ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ഫിറ്റ് ചെയ്യുക. മോർ കോംപ്ലക്സ് ഹയർ ഡിഗ്രി പോളിനോമിയൽ മോർ പ്രോൺ ടു ഓവർ ഫിറ്റിംഗ്. അതായത് ഓവർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കേസില്ലേ, കൂടുതൽ ഓവർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് ഡാറ്റയിൽ മാക്സിമം ഫിറ്റ് ചെയ്യുക എന്നുള്ളത്. ട്രെയിനിങ് ഡാറ്റയിൽ നന്നായിട്ട് പെർഫോം ചെയ്യും, ടെസ്റ്റിംഗ് ഡാറ്റയിൽ സ്ട്രഗിൾ ചെയ്യുന്നുള്ളതാണ്. സോ ഇത് കൂടുതൽ ഫിറ്റ് ചെയ്യാൻ നോക്കുന്തോറും അത്രയും ആ ഒരു നോയ്സ് ക്യാപ്ചർ ചെയ്യാൻ നോക്കുകയാണ് പോളിനോമിയലിൽ. സോ ആ ഡിഗ്രി ഹൈ ആകുമ്പോൾ അത്രയും നോയ്സാണ് അത് ക്യാപ്ചർ ചെയ്യുന്നത്. അതാണ് ഡിഫറൻസ്. ഇതിൽ വരുമ്പോൾ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് അത് ഒരുപാട് അങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സോ അത് ഓവർ ഫിറ്റിങ്ങുമായിട്ട് ലെസ് എഫക്റ്റീവ് ആയിരിക്കും എപ്പോഴും. ഡിഗ്രി എത്ര ഹൈ ആയിട്ട് വരുന്നോ ആ ടൈമിൽ ഓവർ ഫിറ്റിംഗ് കൂടാൻ ചാൻസ് ഉണ്ട്. മാക്സിമം ഈ പോയിൻറ്റ്സ് ടച്ച് ചെയ്യണ്ടല്ലോ, അതായത് മാക്സിമം പോയിൻറ്റ്സിനെയും ആക്ച്വലി മെമ്മറൈസ് ചെയ്യാനാണ് അത് നോക്കുന്നത്. അതിന് കറക്റ്റ് ഫിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, സ്റ്റില്ല അത് അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഡിഗ്രി കൂടുമ്പോൾ അത്രയും ഫ്ലെക്സിബിളായി വരുമല്ലോ, അതുകൊണ്ട്. ഓഫേഴ്സ് ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി, ക്യാൻ മോഡൽ കർവ്സ് ആൻഡ് ഇൻട്രിക്കേറ്റ് പാറ്റേൺസ് സ്യൂട്ടബിൾ ഫോർ നോൺ ലീനിയർ ട്രെൻഡ്സ്. ആ നോൺ ലീനിയർ ട്രെൻഡ്സിനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ദെൻ റിയൽ ലൈഫ് ലീനിയർ റിഗ്രഷൻ എക്സാമ്പിൾസ്, റിയൽ എസ്റ്റേറ്റ് പ്രൈസിംഗ് പ്രഡിക്ഷൻ, സെയിൽസ് ഫോർകാസ്റ്റിംഗ് ഫോർ എ റീറ്റെയിൽ സ്റ്റോർ. ആൻഡ് പോളിനോമിയൽ റിഗ്രഷൻ്റെ എക്സാമ്പിൾസ്, അഗ്രികൾച്ചറൽ ഈൽഡ് പ്രഡിക്ഷൻ ബേസ്ഡ് ഓൺ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്. അതായത് യാതൊരു ബന്ധമില്ലാത്ത സാധനങ്ങൾ ചിലപ്പോൾ വരുമ്പോൾ നമുക്ക് ചിലതിൽ ചേഞ്ച് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ കൃഷിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണ് മഴ വരുന്നതെന്ന് പറയാൻ പറ്റില്ല, എപ്പോഴാണ് വെയിലടിക്കുന്നത്, നാശനഷ്ടം ഉണ്ടാകുമെന്നും പറയാൻ പറ്റില്ല, അൺപ്രഡിക്റ്റബിൾ ആണ്. സോ അത് ഒരു ലീനിയർ ആയിട്ടുള്ള റിലേഷനല്ല. ദെൻ മോഡലിംഗ് ഇലക്ട്രിസിറ്റി കൺസംഷൻ ഇൻ റിലേഷൻ ടു ടെമ്പറേച്ചർ. സോ അങ്ങനെ കണക്ഷൻ ഇല്ലാത്ത സംഭവങ്ങൾ എഫക്റ്റ് ചെയ്യുമ്പോൾ വരുന്ന ടൈപ്പാണ് പോളിനോമിയലിൽ വരുന്നത്. ഡിപ്പെൻഡൻസി പാണ്ടാസിൽ കാണാം, DF ഡോട്ട് കോറിലേഷൻ എന്ന് പറഞ്ഞിട്ട് പൊളിയിൽ. അതേപോലെ തന്നെ നോക്കട്ടെ എത്ര
മ്യൂച്വൽ ഇൻഫർമേഷൻസ് ഇത് ഫീച്ചർ സെലക്ഷൻ ഇതിലായിട്ടാണ് SK11 ഫീച്ചർ സെലക്ഷൻ ഇമ്പോർട്ട് മ്യൂച്വൽ ഇൻഫോ റിഗ്രഷൻ. ന്യൂമറിക്കൽ വാല്യൂവിന് മാത്രമേ വർക്കാവുള്ളൂ. സെയിം കോറിലേഷൻ്റെ തന്നെ, ബട്ട് ന്യൂമറിക്കൽ വാല്യൂസിന് മാത്രം. രണ്ടിലും ന്യൂമറിക്കൽ മാത്രമാണ്, കാറ്റഗറി ഇല്ല. അതായത് നമ്പേഴ്സ് തമ്മിലല്ലേ കമ്പാരിസൺ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കോറിലേഷനിലും നമ്പേഴ്സ് തന്നെ ആയിരിക്കും. ഇതിൽ വരുന്നത് സെയിം ആ ഒരു എന്താ പറയുക, ഇപ്പോൾ കോറിലേഷനിൽ ആ 0.9080 എന്നൊക്കെ വരുന്നില്ലേ, സെയിം രീതിയിൽ തന്നെയാണ് ഇതിലും വരും. ഇപ്പോൾ കോളംസ് കളക്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഇൻഫർമേഷൻ്റെ സ്കോർസ് ഉണ്ടാവും ഇതേപോലെ, സ്കോർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സ്കോർ ബേസ്ഡ് ആയിട്ടാണ് ഇത് തമ്മിൽ എത്ര ഇത് മുമ്പേ ഈ ഫീച്ചർ എക്സ് കോളംസ് എന്ന് പറഞ്ഞിട്ട് കളക്ട് ചെയ്യും. എക്സ് ഡോട്ട് കോളംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻപുട്ടിലുള്ള കോളംസ് ഇല്ലേ, എക്സും വൈയും നമ്മൾ ഇപ്പോൾ ഇതിൽ ഔട്ട്കം മാത്രമായിട്ട് കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഡ്രോപ്പ് ചെയ്ത് കളയുമ്പോൾ ആ ഒരു ബാക്കിയുള്ള ഇൻപുട്ട് മെത്തേഡ്സ്, ഓക്കെ, അതാണ് ഈ ഒരു ഈ കോളം മാത്രമാണ് ഡ്രോപ്പ് ചെയ്ത് കളയുന്നത്. ഔട്ട്പുട്ടിൻ്റെ കോളം മാത്രം ഡ്രോപ്പ് ചെയ്ത് കളയുക. സോ എക്സ് എന്നുള്ളതിലേക്ക് അത് കളക്ട് ആവും. സോ എന്നിട്ട് ഇവിടെ വരുമ്പോൾ എക്സ് ഡോട്ട് കോളംസ് എന്ന് പറയുമ്പോൾ എക്സിലെ ഇൻപുട്ട്സ് മാത്രമല്ലേ ഉള്ളൂ. അതും പിന്നെ MI സ്കോർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലൈബ്രറി വെച്ചിട്ട് തന്നെ കോൾ ചെയ്യാം. ഇവിടെ നമ്മൾ മറ്റേ MSC എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ ചെയ്യില്ലേ, ടെസ്റ്റ് വൈപ്രെഡ് എന്ന് പറഞ്ഞിട്ട് സെയിം ഇത്. പിന്നെ സെയിം വാല്യൂസ് തന്നെ വരാൻ വേണ്ടിയിട്ട് റാൻഡം സ്റ്റേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. റാൻഡം സ്റ്റേറ്റ് ഇങ്ങനെ പല സ്ഥലത്ത് യൂസ് ചെയ്യും കേട്ടോ, സെയിം വാല്യൂസ് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്തിന് യൂസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സെയിം സ്പ്ലിറ്റ് വരുന്നില്ലേ ഇതിലൊക്കെയും, ആ കോളംസ് ഇതൊക്കെ വരുമ്പോൾ. സോ ആ ഒരു സ്പ്ലിറ്റിൽ ആ കോളംസ് കളക്ട് ചെയ്യുമ്പോൾ സെയിം വാല്യൂസ് വരുമ്പോഴാണ് എഗെയിൻ റൺ ചെയ്യിക്കുമ്പോൾ ഇത് വരണം എന്ന് പറഞ്ഞിട്ട് MI സ്കോർസിൽ. ഇപ്പോൾ ഇതിൽ കോളംസ് കളക്ട് ചെയ്യുന്നില്ലേ, ഇൻപുട്ടിൻ്റെ കോളംസും ഔട്ട്പുട്ടിൻ്റെ കോളംസും കളക്ട് ചെയ്തു. സോ അതിൽ കളക്ട് ചെയ്യുന്ന ഒരു വാല്യൂസ് ഈ ന്യൂമറിക്കൽ വാല്യൂസ് മാത്രമല്ലേ കളക്ട് ചെയ്യുള്ളൂ, ചേഞ്ചസ് ഒന്നും വരുന്നില്ലല്ലോ. സോ അത് കളക്ട് ചെയ്യുമ്പോൾ സെയിം വാല്യൂസ് വരാൻ വേണ്ടിയിട്ടാണ് റാൻഡം സ്റ്റേറ്റ് കൊടുക്കുന്നത്. എപ്പോഴൊക്കെ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് സെയിം വാല്യൂസ് വരണോ, റാൻഡം സ്റ്റേറ്റ് തന്നെ വരാൻ വേണ്ടിയിട്ട് റാൻഡം സ്റ്റേറ്റ് അപ്ലൈ ചെയ്യും. തന്നെ അതിൽ ഡാറ്റ ഫ്രെയിം എന്നുള്ള ഒരു ഇതിൽ PD ഡോട്ട് ഡാറ്റ ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യുകയാണ് പുതിയതായിട്ട്. ഇപ്പോൾ ഒരു കോളം മാത്രമാണെന്നുണ്ടെങ്കിൽ അതിനെ സീരീസ് എന്ന് വിളിക്കും. ഇപ്പം ഇങ്ങനെ രണ്ട് ഫീച്ചേഴ്സൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് ഡാറ്റ ഫ്രെയിം ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഇതിൽ ചെയ്യുന്ന ഫീച്ചേഴ്സ് MI സ്കോർ എന്ന് പറഞ്ഞിട്ട് 2 കോളംസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊരു സിംഗിൾ ഡാറ്റ ഫ്രെയിം ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതായത് എങ്ങനെ അറിയുമോ, ഇപ്പോൾ ഒരു കോളം മാത്രമേ ഉള്ളൂ നിൽക്കുക, അതിനെ സീരീസ് എന്നാണ് പറയുക പാണ്ടാസിൽ. ഇപ്പോൾ 2 ഫീച്ചേഴ്സ് ഇങ്ങനെ വന്നിട്ട് രണ്ടിനെയും മർജ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഡാറ്റ ഫ്രെയിമായി. മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് വരുമ്പോൾ അത് ഡാറ്റ ഫ്രെയിം. സിംഗിൾ വരുമ്പോൾ മാത്രം അത് താഴോട്ട് ഒരു സീരീസ് പോലെയല്ലേ വരുന്നത്. അതാണ് PD ഡോട്ട് സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ കോളം. അത് സീരീസ്. ഇങ്ങനെ വരുമ്പോൾ മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് വരുമ്പോൾ അത് ഡാറ്റ ഫ്രെയിം. അതാണ് PD ഡോട്ട് ഡാറ്റ ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതും സീരീസ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ്. എക്സും വൈ ആയിട്ടോ അത് വാല്യൂസ് ആയിട്ട് കളക്ട് ചെയ്യണം, ഡാറ്റ ഫ്രെയിം അല്ല. അത് ആക്ച്വലി ആ ഡാറ്റ ഫ്രെയിമിൽ നിന്ന് വാല്യൂസ് ആയിട്ട് കളക്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ടോട്ടലി പ്രോസസ്സ് ചെയ്യണ്ടേ. അപ്പോൾ അത് ഒരു അറേ പോലെയല്ലേ വരുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഡാറ്റ ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ അത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല. അറേ ആകുമ്പോൾ ടോട്ടലി ഒരു പ്രോസസ്സിങ് അല്ലേ നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുന്നത്. വാല്യൂസിന് കോൾ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത് ഇതിൽ തന്നെ വരുന്നത്. സോ ഇത് രണ്ടും കൂടി നോക്കും. എന്നിട്ട് നമ്മൾ കോറിലേഷൻ്റെ ഹൈ വാല്യൂസ് ഒക്കെ ചെക്ക് ചെയ്യില്ലേ, അതേപോലെ തന്നെ ഇതിൽ ഹൈ വാല്യൂസ് വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പോപ്പുലേഷൻ എന്നുള്ളതാണ് 0.02 എന്നുള്ള ഒരു ഇതിൽ വരുന്നത്. മ്യൂച്വൽ ഇൻഫറൻസ് സ്കോർ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഡിപ്പെൻഡൻസി കൂടുതലുള്ള സെലക്ട് ഫീച്ചേഴ്സ് വിത്ത് മ്യൂച്വൽ ഇൻഫർമേഷൻ സ്കോർ എബവ് എ ത്രഷോൾഡ്.
0.1-ൻ്റെ മേലേക്കുള്ള കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കോറിലേഷനിലാണെന്നുണ്ടെങ്കിൽ ഒരു 50-ന് മേലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം പകുതിയോളം ഡാറ്റ സിമിലർ ആണെന്ന് തോന്നില്ലേ. അപ്പോൾ ഇതിൽ വരുമ്പോൾ ഈ 0.1-ൻ്റെ റേഞ്ചിലൊക്കെ അങ്ങനെ ത്രഷോൾഡ് സെറ്റ് ചെയ്തിട്ട് കളക്ട് ചെയ്യും. ഒരു ഫീച്ചർ ടു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഫീച്ചർ എന്നുള്ളതിൽ എക്സ് ഡോട്ട് കോളംസ് നല്ല കൊടുത്തേക്കണേ, അതിൻ്റെ മുകളിലുള്ള മാത്രം. ഇപ്പോൾ ഇതിൽ കണ്ടീഷൻ കൊടുക്കുമല്ലോ, സെലക്ടഡ് ഫീച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ, ഇത് ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം, അതിന് കോളം കളക്ട് ചെയ്യുന്ന മെത്തേഡ്. അങ്ങനെയല്ല, ഇതിപ്പോൾ കോളം കളക്ട് ചെയ്യുന്ന മെത്തേഡല്ലേ, ആ ഒരു ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിമും കോളത്തിൻ്റെ പേരും കൂടി കൊടുക്കുന്നത്. MI സ്കോർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിമാണ് ഈ ഒരു MI സ്കോർ DF എന്ന് പറഞ്ഞിട്ട്. സോ ഇത് കോളം കളക്ട് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഇവിടെ ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം കൊടുക്കുന്നത് ഇവിടെ കണ്ടീഷൻ വരുമ്പോഴാണ്. ഓക്കെ, ഇത് കോളം മാത്രമായിട്ട് കളക്ട് ചെയ്യാനാണ് ഈ ഒരു സിൻടാക്സ് കൊടുക്കുന്നത്. സോ അതിലൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത് ത്രഷോൾഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു വാല്യൂ 0.1 എന്ന് പറഞ്ഞിട്ട്. ആ 0.1 ഇതിനെക്കാട്ടിലും ഗ്രേറ്റർ ആവുന്ന മ്യൂച്വൽ ഇൻഫർമേഷൻ സ്കോറ് ഈ ത്രഷോൾഡിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ട് വരുന്ന വാല്യൂസ്, ഗ്രേറ്റർ ദാൻ ഒരു സിമ്പിൾ കൊടുത്തിട്ടില്ലേ. അപ്പോൾ ത്രഷോൾഡിലെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു എക്സ് ഡോട്ട് കോളംസ് എന്നുള്ളത് ഐട്രേറ്റീവ്ലി വരും. ടു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനെ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഡോട്ട് അപ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ദെൻ സെലക്ടഡ് ഫീച്ചേഴ്സ് അവിടെ വരും. ടു ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഇതിൽ വാല്യൂസ് ചെക്ക് ചെയ്യാന്നുണ്ട് 0.1-ൻ്റെ മേലേക്കുള്ളത് എത്ര എണ്ണം, ലോഞ്ചിറ്റ്യൂഡ്, മെഡിങ് ആൻഡ് ലാറ്റിറ്റ്യൂഡ്, ആവറൂംസ്. സോ ഇതിൽ ഹൈ ആയിട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ഏകദേശം സിമിലർ ആവില്ലേ ഇതിൽ ഫീച്ചേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ. ഇത് ആക്ച്വലി ഒരു ഡെമോ ഡാറ്റ സെറ്റ് പോലെയാണ്. ഫെച്ച് കാലിഫോർണിയ ഹൗസിങ് SQL ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിൽ കുറേ ഡാറ്റ സെറ്റ് ഉണ്ടാവും. ഇപ്പോൾ നമ്പയിലൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന പോലെ ഇതേപോലെ ഉണ്ടാവും. പക്ഷേ ഇതിൽ ഡിപ്പെൻഡൻസി എന്ന് പറയുമ്പോൾ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആയിരിക്കുമല്ലോ. ഇതിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വേണമെങ്കിൽ കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കളയാം. കൂടുതൽ ഡിപ്പെൻഡൻസി വരുമ്പോൾ ആ ഒരു കണക്ഷൻ. അതിനെപ്പോഴാണ് ഈ ഒരു ലീനിയറും പോളിനോമിയലും യൂസ് ചെയ്യേണ്ടത്? ലീനിയർ വെന്തൽ L1 അത് ആ ലാംഡയുടെ സ്കോറില്ലേ അതിനനുസരിച്ചിട്ടാവും. ഇപ്പോൾ ലാംഡ ഭയങ്കര 10 കൊടുത്തപ്പോൾ ആ ഫീച്ചർ ടോട്ടലി 0-ൻ്റെ അവിടെ കയറുന്നുണ്ടായിരുന്നില്ലേ. അത് ആക്ച്വലി എല്ലാ കോളംസിനെയും അഫക്റ്റ് ചെയ്യുന്നതാണ്. അത് സെലക്റ്റഡ് വാല്യൂസ് ഉണ്ടാവില്ലേ, അതിന് ഫീച്ചർ സെലക്ഷൻ മെത്തേഡ്സ് ഇൻബിൽറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ആ ഒരു ഇത് സെറ്റ് ചെയ്ത വാല്യൂന്ന് അന്നൊരു ഇത് കാണിച്ചു തന്നല്ലേ. ഇതിൽ ലാംഡ 0 ആകുമ്പോൾ ഈ ഓരോ ഫീച്ചേഴ്സില്ലേ, സൈസ്, ബെഡ്റൂംസ്, ലൊക്കേഷൻ, ബാത്റൂംസ്, ഇത് ആക്ച്വലി ഇതിന് വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. വെയിറ്റ് വാല്യൂ ഏകദേശം ആ ഒരു ഇതിൽ തന്നെ നിൽക്കണം. 0 കൊടുക്കുമ്പോൾ സെയിം വെയിറ്റ് വാല്യൂ കിടക്കുന്നുണ്ട്. ഈ വെയിറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഓരോ ഫീച്ചേഴ്സിൻ്റെ ഇൻഫർമേഷനാണ്. ഇതിൽ എന്തോരം ഡാറ്റ ഉണ്ടെന്നുള്ള ആ ഒരു ടൈപ്പൊക്കെയാണ് വെയിറ്റ് വാല്യൂ എന്ന് പറയുന്നത്. വെയിറ്റ് മാഗ്നിറ്റ്യൂഡ് പറയുന്നത് 7.28 എന്നുണ്ട്. പക്ഷേ ഇവിടെ വായിച്ചു നോക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇതിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് ഒരു ഫീച്ചർ സെലക്ഷൻ്റെ ഇത് വരുന്നുണ്ട്, ഈ L2, L1 അതിൽ തന്നെ.
ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് ലാംഡ ഈക്വൽ ടു 0 നോ പെനാൽറ്റി അപ്ലൈഡ്, വെയിറ്റ് സ്റ്റേ ലാർജ് ആൻഡ് ദി മോഡൽ ക്യാൻ മെമ്മറൈസ് ട്രെയിനിങ് ഡാറ്റ. ലാംഡ അപ്ലൈ ചെയ്തിട്ടില്ല, റെഗുലറൈസേഷൻ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റിൽ ആ ഒരു മോഡലിന് മെമ്മറൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പാറ്റേൺസ് അണ്ടർസ്റ്റാൻഡ് ഇതോ 7.28 എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് മാഗ്നിറ്റ്യൂഡാണത്. ഇതിൻ്റെ വെയിറ്റ് എന്തോരമുള്ളത്, ഇത് ഈ വൈ ആക്സിസിൽ കിടക്കണില്ലേ അതെത്ര ഉണ്ടോന്ന്. ആൻഡ് ഇവിടെ നോക്കുകയെന്നുണ്ടെങ്കിൽ നോ റെഗുലറൈസേഷൻ മോഡൽ മേ ഓവർഫിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. എററിൻ്റെ റേറ്റ് ഹൈ ആയിരിക്കും. MSc ഒക്കെ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഹൈ ആയിരിക്കും ആ ഒരു സമയത്ത്. ആൻഡ് ഇവിടെ ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ ലൈറ്റ് റെഗുലറൈസേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്ത് ചേഞ്ച് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലൈറ്റ് സ്മൂത്തിങ് ചെറുതായിട്ട്. ഓരോ ഫീച്ചറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടല്ലേ, അത് ആക്ച്വലി ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാണ്. നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതിൻ്റെ ഇൻഫർമേഷൻ ഇല്ലേ, എന്തൊക്കെ ഡാറ്റയുണ്ട്, ഏത് ടൈപ്പിലാണ്, ആ ഒരു ഇതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ന്യൂറൽ നെറ്റ്വർക്കിൽ ഈ വെയിറ്റ് പാസിംഗ് ആണ് നടക്കുക, ഓരോ ലെയേഴ്സിലും വെയിറ്റ് പാസിംഗ് ആണ് നടക്കുക എന്ന് പറയാം. ഇതിന് ഓരോ ത്രഷോൾഡല്ല ഈ ഒരു രീതിയിൽ വെയിറ്റിനെ അനലൈസ് ചെയ്യുന്ന പോലെ ചെയ്തിട്ട് ഇതിലിങ്ങനെ മാഗ്നിറ്റ്യൂഡ് കൊടുക്കും. ആ ടോട്ടൽ മാഗ്നിറ്റ്യൂഡാണ് അവിടെ ചേഞ്ച് ആക്കുന്നത്. ഓരോ ലാംഡ ഇൻക്രീസ് ആകുമ്പോൾ അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ നിൽക്കുക. അപ്പോൾ വെയിറ്റിന് ടോട്ടലി ഒരു സ്കോർ കൊടുത്തിട്ട് അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യാൻ നിൽക്കുക. അപ്പോൾ ലാംഡ ചെറുതാവുമ്പോൾ ഈ ഒരു വാല്യൂസ് ഹൈ ആയിട്ട് തന്നെ നിൽക്കും. എന്തൊക്കെയുണ്ടോ, അതായത് കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ടൈപ്സ് ഉണ്ടാവില്ലേ. ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്കമ്മുമായിട്ട് സൈസ് എന്നുള്ളത് ഇതിപ്പോൾ ഹൗസ് പ്രൈസിൻ്റെ പ്രഡിക്ഷനാണ്. സോ അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതായിരിക്കും വെയിറ്റ് മാഗ്നിറ്റ്യൂഡ് ഏറ്റവും കൂടുതൽ ഉണ്ടാവും. ഇപ്പോൾ സൈസ് എന്നുള്ളത് കൂടുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ആവുമല്ലോ. അതേപോലെ തന്നെ ബാത്റൂംസിൻ്റെ അത്ര എഫക്റ്റീവ് അല്ല. സോ അതിൻ്റെ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വെയിറ്റ് മാഗ്നിറ്റ്യൂഡ് 4.7 ആണ്. കൂടുതൽ വെയിറ്റ് ഉണ്ടാവും അങ്ങനത്തെ. സോ ഇതിൽ ലാംഡ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെസ് കോൺട്രിബ്യൂഷനില്ലേ അത് പെട്ടെന്ന് അങ്ങോട്ട് കുറയും. ലെസ് കോൺട്രിബ്യൂഷനുള്ളത് അങ്ങനെയാണ് ഫീച്ചർ സെലക്ഷൻ അതിൽ വർക്കാവുന്നത്. സോ ഇത് തന്നെ ലാംഡ ഭയങ്കര ഹൈ ആകുമ്പോൾ നോക്കുക, ടോട്ടലി ആ മെയിൻ വാല്യൂസും കൂടി റെഡ്യൂസ് ആവുന്നുണ്ട്. അതാണ് ഡിഫറൻസ്. ലാംഡ ഹൈ വാല്യൂസ് കൊടുക്കുമ്പോൾ ഇവിടെ 10 ആകുമ്പോൾ പോയി 0ൻ്റെ റേഞ്ചിലേക്ക് ആയി ടോട്ടലി. സോ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ലാംഡ ഒപ്റ്റിമൽ വാല്യൂ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ടോട്ടലായിട്ട് റിമൂവ് ചെയ്യും. അതാണ് L1 സംഭവിക്കുന്നത്. L2 ഈ ഒരു ഇഷ്യൂ ഇല്ല, അതിനെ നിയർലി 0 ആക്കുന്നല്ലേ ഉള്ളൂ. അതാണ് ഡിഫറൻസ്. അത് ഹൈബ്രിഡ് ഇലാസ്റ്റിക് നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് L2. ഇത് കഴിഞ്ഞിട്ട് മ്യൂച്വൽ ഇൻഫർമേഷൻ ഡിപ്പെൻഡൻസി ഉള്ളത് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ നേരത്തെ ലോ ട്രാൻസ്ഫോർമേഷൻ ഓർഡിനറി ഡാറ്റയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ലേ. സോ ഓൾറെഡി അവിടെ നിന്ന് സെലക്ഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പിന്നെ അപ്ലൈ ചെയ്യണം, ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യുന്നത്. അത് ഡാറ്റ അനുസരിച്ചിട്ട് നമുക്ക് എന്താണോ ഐഡിയ ഉള്ളത് അതിനനുസരിച്ച് 2 എണ്ണം. ഇപ്പോൾ ഇതിൽ ഈ ഒരു ഇഷ്യൂ ഉണ്ട്, ലാംഡ ഭയങ്കര കഴിയാകുമ്പോൾ അതിൻ്റെ താഴത്ത് എഴുതിയിട്ടില്ലേ എക്സ്ട്രീം റെഗുലറൈസേഷൻ, റിസ്ക് ഓഫ് അണ്ടർ ഫിറ്റിംഗ്. സോ അവർ അണ്ടർ ഫിറ്റിങ്ങും ഓവർ ഫിറ്റിങ്ങും അനുസരിച്ചിട്ട് അപ്പോൾ ഒപ്റ്റിമൽ വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യുക. നമുക്ക് ട്യൂണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഉണ്ട്. അത് കുഴപ്പമില്ല, അത് ഈ സ്കോർസ് വെച്ചിട്ടാണ് നോക്കുക. അതും ഇതേപോലെ തന്നെയാണ് ഈ ഫീച്ചറിൻ്റെ വെയിറ്റ് മാഗ്നിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞ് സെലക്ട് ചെയ്യില്ലേ. അപ്പോൾ അതിന് ആ ഒരു മെത്തേഡിൽ ഡീഫോൾട്ടായിട്ട് വരുന്നുണ്ടാവും, അതിനനുസരിച്ചിട്ടാണ് സ്കോർ വരിക.
പിന്നെ ഓൾറെഡി ഈ ഒരു ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഇപ്പോൾ ഹൈറ്റും വെയിറ്റും തമ്മിൽ ഒരു ഡിപ്പെൻഡൻസി ഉണ്ട് സെയിം ഇത് വരുമ്പോൾ. പക്ഷെ ഹൈറ്റ് കൂടുമ്പോൾ വെയിറ്റ് കൂടുമ്പോൾ ചിലതിൽ നിർബന്ധമില്ല. അതിന് അങ്ങനെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്ന വേരിയബിൾസ് ഇല്ലേ, അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആകുക ഒരു പ്രഡിക്ഷൻ ഉണ്ട്. മനസ്സിലായില്ല? ഇത് മനസ്സിലായോ? ലാംഡ യൂസ് ചെയ്യുന്നത് മനസ്സിലായോ? നീ ക്ലാസ്സിലുണ്ടായിരുന്നില്ല? അതായത് മ്യൂച്വൽ ഇൻഫർമേഷൻ ആണോ? മ്യൂച്വൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോറിലേഷൻ മനസ്സിലായിരുന്നോ? കോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു 0.90 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാല്യൂ ഹൈ ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ അതിൽ ഫീച്ചേഴ്സ് സിമിലർ ആയിരിക്കും. സോ മറ്റേലെന്ന് പറയുമ്പോൾ മാക്സിമം വേരിയൻസ് ആയിരിക്കും ഉണ്ടാവുക. ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതാണ് നോക്കുക. ഡിപ്പെൻഡൻസി ഉണ്ടാവും. ഇപ്പോൾ 2 വേരിയബിൾ ഒന്നിനോട് ഡിപ്പെൻഡൻ്റ് ആണെന്ന് വെക്കുക. ഇപ്പോൾ ചൂട് കൂടുമ്പോൾ ഫാൻ ഓൺ ആക്കുന്നത് എക്സാമ്പിൾ മാത്രമാണ്. അല്ലെങ്കിൽ ഹീറ്റ് ഇൻക്രീസ് ആകുമ്പോൾ ഐസ് ഉരുകുന്നത്. സോ അത് രണ്ടും ഡിപ്പെൻഡൻ്റ് ആണ്. അങ്ങനത്തെ കേസസ് ആണ് മ്യൂച്വൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു ഹൈ വാല്യൂസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രഡിക്ഷൻ കുറച്ചുകൂടി എഫക്റ്റീവ് ആകും. വാട്ട് ഈസ് മ്യൂച്വൽ ഇൻഫർമേഷൻ? പറ സിമ്പിളായിട്ട് പറ. എന്താ യൂസ് ചെയ്യുന്നത്? കോറിലേഷനിൽ എന്താ യൂസ് ചെയ്യുന്നത്? എല്ലാം യൂസ് ചെയ്യുന്നു. പക്ഷേ കോറിലേഷനിൽ ആക്ച്വലി ആ വാല്യൂസ് ഹൈ ആയി എന്താ ഉണ്ടാവുക? പറ. കോറിലേഷൻ്റെ വാല്യൂ 1 ആണ് എന്ന് വെച്ചാൽ എന്താ? പോസിറ്റീവ് ആണ് എന്ന് വെച്ചാൽ അതിനെ ഒന്നുകൂടിയും ഡീറ്റെയിൽ ആയിട്ട് പറ. 1 വാല്യൂ വന്നു, ഹീറ്റ് മാപ്പ് കൊടുത്തുതരാം, നീ പറ. കോറിലേഷൻ ഹീറ്റ് മാപ്പ് ഇത് ഓരോ വാല്യൂസ് ആയിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഇതൊന്നും നിനക്ക് എന്തൊക്കെ ഇൻസൈറ്റ്സ് കിട്ടുന്നുണ്ട്? ഏത്? ഓക്കെ, ഇനി ഫീച്ചേഴ്സ് വെച്ചിട്ട് പറ. ഇതിൽ റിമൂവ് ചെയ്യേണ്ട ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് നീ നോക്കുമ്പോൾ? ഒന്നുകൂടി വലുതാക്കണോ? അയ്യോ നോക്കട്ടെ. ഇതൊന്നും എങ്ങനെയാണ് ഫീച്ചർ സെലക്ഷൻ ചെയ്യുക? നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞു. നെഗറ്റീവ് കോറിലേഷൻ വരുന്ന ഫീച്ചേഴ്സ് റിമൂവ് ചെയ്യാൻ പറ്റും. വരുന്ന ഫീച്ചേഴ്സ് റിമൂവ് ചെയ്യാൻ പറ്റും. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, അത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റുമോ ഹൈ വാല്യൂ വരികയെന്നുണ്ടെങ്കിൽ? ഓക്കെ, ഈ 1 എന്നുള്ള റേഞ്ച് ഈ ചാർട്ടിൽ എന്താണ് മീൻ ചെയ്യുന്നത്? 1 എന്നുള്ള റേഞ്ച് ഇപ്പം താഴത്ത് -0.2 ഉണ്ട്, സൈഡിലത്തെ കണ്ടില്ലേ, അവിടെ 1 ഒന്നും ഉണ്ട്. എന്താണ് ഡിഫറൻസ്? താഴത്തെ -0.2 എന്നുണ്ട്, മേലെ 1 എന്നുണ്ട്. എന്താ ഡിഫറൻസ്? നീ പ്രഡിക്ഷന് ആ ഫീച്ചേഴ്സ് യൂസ് ചെയ്യുന്നതാണോ? ഓക്കെ, 2 ഫീച്ചേഴ്സിനെ ഒരേപോലെ അല്ലാത്ത 2 ഫീച്ചേഴ്സ് 1 വന്നു, സെലക്ട് ചെയ്യുമല്ലേ? ദേവത്ത് പറ. 2 ഫീച്ചേഴ്സ്, ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ്, 1 വാല്യൂ വന്നു, നീ സെലക്ട് ചെയ്യുമോ? കോറിലേഷൻ്റെ വാല്യൂ ഇതിൽ 1 വന്നു, നീ സെലക്ട് ചെയ്യോ റിമൂവ് ചെയ്യോ? സെലക്ട് ചെയ്യും. അബിയിൽ സെലക്ട് ചെയ്യോ?
രണ്ട് ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് കോറിലേഷൻ 1 വന്നു. അതായത് ഇപ്പോൾ പ്രൈസും ബെഡ്റൂം നിനക്ക് എങ്ങനെ അൺവാണ്ടഡ് എന്ന് ഇതൊന്നും അറിയാം? ഇപ്പൊ എന്താ നോക്കുക, ഇവിടെ ഡയഗണൽസിലെല്ലാം 1 വരുന്നില്ലേ? പ്രൈസും വരുമ്പോൾ സെയിം ആണ്. പ്രൈസും വരുമ്പോൾ 1 വരിക എന്ന് പറയുമ്പോൾ എന്താ മീനിങ്? രണ്ടും സിമിലർ ഫീച്ചേഴ്സ് ആണെന്നില്ലേ? രണ്ടും സിമിലർ. ഇപ്പം പ്രൈസും വേറൊരു ഫീച്ചറും കൂടി 1 വരികയെന്ന്. പ്രൈസും വേറെന്താ ഒരു ക്വാണ്ടിറ്റിന്നോ എന്തെങ്കിലും ഒരു ഫീച്ചർ, രണ്ടും ഡിക്റ്റോ ആണ്. രണ്ട് യൂസ് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ റിമൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ ത്രഷോൾഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നില്ലേ? 0.88 എന്ന് പറയുന്നത് സ്ക്വയർ ഫീറ്റ് ലീവിങ്ങും സ്ക്വയർ ഫീറ്റ് എബോവ് എന്ന് പറഞ്ഞിട്ടുള്ളതും രണ്ടും ഡിഫറെൻറ്റ് ഫീച്ചേഴ്സാണ്. സോ ഒരു ത്രഷോൾഡ് സെറ്റ് ചെയ്യും. ആ ത്രഷോൾഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഹൈലി കോറിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് റിമൂവ് ചെയ്ത് കളയും. സോ ഹൈ വാല്യൂ എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് 1 ആണ്. നമുക്ക് ആ ഒരു ഡയഗണൽസിൽ സെയിം ഫീച്ചർ വരുന്നതുകൊണ്ട് അത് സെയിം ആയിരിക്കും എന്നറിയാം. പക്ഷെ അതേപോലെ തന്നെ ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് ലിവിങ്ങും സ്ക്വയർ ഫീറ്റ് എബോവ് എന്ന് പറഞ്ഞിട്ടുള്ളത് 88% ആണ് സിമിലർ ആയിട്ട് വരുന്നത് കോറിലേറ്റഡ് ആയിട്ട്. ഒരെണ്ണം യൂസ് ചെയ്താൽ മതി. അതാണ് ഡിഫറൻസ് കോറിലേഷൻ യൂസ് ചെയ്യുമ്പോൾ. 1 വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ഡാറ്റ തന്നെയാണ് മറ്റേല്. എടാ ഇപ്പം ഇത് രണ്ടും ഏതെങ്കിലും ഒരെണ്ണം മതി. നമുക്ക് ഒരു ഫീച്ചർ എടുക്കുള്ളൂ, ഇത്രേ ഉള്ളൂ. എനിക്കിപ്പോൾ 2 ഫീച്ചേഴ്സ് ഡിഫറെൻ്റ് ആണ്, പക്ഷെ വാല്യൂസ് ഒക്കെ സെയിം ആണ്. അത് രണ്ടെണ്ണം പ്രഡിക്ഷന് വലിയ ഹെൽപ്പൊന്നും ചെയ്യണില്ല. ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഇപ്പോൾ 2 ഒരേപോലത്തെ സാധനം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ യൂസൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. പിന്നെ ഈ ഫീച്ചർ റെലവൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ രണ്ടും കളയും, അതും കുഴപ്പമില്ല. അത് ചെയ്യുമ്പോൾ പക്ഷേ നോക്കിയിട്ട് ചെയ്യണം. ആവശ്യമില്ലാത്തതെന്ന് പറഞ്ഞിട്ട് രണ്ടും കളയുമ്പോൾ. ഇപ്പോൾ ഹൈറ്റും വെയ്റ്റും തമ്മിൽ കോറിലേഷൻ വരാറുണ്ട്. അപ്പോൾ ആ ടൈമിൽ രണ്ടും ആവശ്യമുള്ളത് തന്നെയാണ്, രണ്ടും ഡിഫറെൻറ്റ് ഫീച്ചറാണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള കേസിൽ നമ്മൾ കീപ്പ് ചെയ്യും. 100% ഒന്നും വരില്ല, ബട്ട് കോറിലേഷൻ ചിലപ്പോൾ ഹൈ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഹൈറ്റ് കുറഞ്ഞവരും ഉണ്ടാവും, അതിനനുസരിച്ചിട്ട് വെയിറ്റ് കൂടുന്നവരും ഉണ്ടാവും. ആ റേഞ്ചിൽ വെയിറ്റൊക്കെ വരുന്നവരുണ്ടാവും, 70-80 ആ റേഞ്ചിൽ. ചിലപ്പോൾ ഭയങ്കര ഹൈറ്റ് കുറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ആ വെയിറ്റിൻ്റെ റീജിയനിൽ തന്നെ വരില്ലേ. അപ്പോൾ രണ്ടും ഡിഫറെൻറ്റ് ഫീച്ചറാണെന്ന് നമുക്ക് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ കളയണ്ട. ഇപ്പം ഈ സ്ക്വയർ ഫീറ്റ് ലിവിങ്ങും സ്ക്വയർ ഫീറ്റ് എബവും വായിക്കുമ്പോൾ നമുക്ക് അറിയുന്നുണ്ട് അത് ഏകദേശം സിമിലർ ആയിട്ടുള്ള 2 ഫീച്ചറാണെന്ന്. അങ്ങനത്തെ നമുക്ക് ആ ഒരു നോളജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം മതി എന്ന് നമുക്ക് തീരുമാനിക്കാം. രണ്ടും രണ്ടല്ലേ, അപ്പോൾ രണ്ടും കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. സ്റ്റിൽ കോറിലേഷൻ ഉണ്ടെങ്കിലും കീപ്പ് ചെയ്യണം എന്നുള്ളത്. അല്ലാത്ത കേസിൽ ഇങ്ങനെ വരുമ്പോൾ കോറിലേഷൻ മാത്രം ചെക്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്യാനും പറ്റില്ല. ഇങ്ങനത്തെ കൂടി വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ഈ ഒരു കളർ മാപ്പ് ഇല്ലേ, ഇതിലിപ്പോൾ ആ ഒരു ബ്ലൂ കളർ വരണമൊക്കെ ആ ഒരു ലോ റേഞ്ചിൽ വരുന്നതായിരിക്കും. 1 എന്ന് പറയുന്ന റേഞ്ചിലായിരിക്കും ഈ ഒരു ഡാർക്കർ ഷെയ്ഡ്സ്. ഇത് ഈ കോറിലേഷൻ്റെ സി മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അത് സെറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടാണ് ചേഞ്ച് ആവുക. അപ്പോൾ കളർ ഡാർക്കർ തന്നെ ആവണമെന്നില്ല എപ്പോഴും. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് എന്താണ് വരുന്ന വാല്യൂ അതുപോലെ ഇരിക്കും. ഡീഫോൾട്ടായിട്ട് ഇത് എല്ലാത്തിലും ഒരേപോലെ തന്നെയാണ്, ആ കളർ ചേഞ്ച് ആവുന്നേ ഉള്ളൂ. അതിങ്ങനെ ലോജിക്കലി ആലോചിക്കട. ഇപ്പോൾ ഒരു ഫീച്ചർ എടുക്കുമ്പോൾ 50 ഇവിടെ വരുന്നുണ്ട് നിൽക്കുക, 50% സിമിലർ ആയിട്ടല്ലേ വരിക. അപ്പോൾ നമ്മൾ ഒരു ത്രഷോൾഡ് സെറ്റ് ചെയ്യുക, ഒരു 50%, 60%. അതിൻ്റെ മേലേക്കുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതിയിലധികം സിമിലർ ആയിട്ടുള്ള വാല്യൂസാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഏതെങ്കിലും ഒരെണ്ണം പോരെ, അങ്ങനെ ആലോചിക്കാം. കുറേയൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ വരണം. ഇപ്പോൾ നമുക്ക് പ്രീ പ്രോസസ്സിങ് ഒരിക്കലും
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മറ്റേതിൽ റിപ്പീറ്റ് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. പ്രഡിക്ഷനിൽ ഇതിലൊന്നും പ്രഡിക്ഷൻ്റെ ഒക്കെ ഏകദേശം ഒരു സെയിം കോഡ് തന്നെയല്ലേ വരുന്നത്, ആ ഫിറ്റ് ചെയ്യുന്നതും ഇതൊക്കെ. പ്രീ പ്രോസസ്സിങ് എല്ലാത്തിലും ഡാറ്റയ്ക്ക് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതിലും ഇതേപോലത്തെ കേസസ് ഉണ്ടാവും. ഇപ്പോൾ 2 ഒരേപോലെ വരുന്നത് നമുക്ക് ഈ ഒരു മൈൻഡ് വെച്ചിട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ 80% വന്നാൽ റിമൂവ് ചെയ്യേണ്ടി വരും. അല്ല 2 വേറെ വേറെ ആണെന്ന് നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യണോ വേണ്ട എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. ആൻഡ് ഈ കളർ മാപ്പിൻ്റെ ഡിഫറൻസ് നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നോക്കുക. കമ്പൈൻ ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ നമ്മളിപ്പോൾ നമ്മൾ മൈൻഡിൽ വെച്ചിട്ട് പോവുകയാണ് ഈ ഒരു ഡാർക്കർ കളർ വരുന്നത് ഹൈ വാല്യൂ ആണ്, റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കളർ കോഡ് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മാറൂല. പിന്നെ അനോട്ടേഷൻ എന്നുള്ളത് ട്രൂന്ന് സെറ്റ് ചെയ്യുക, ഈ വാല്യൂസ് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെയും ഹീറ്റ് മാപ്പ് ഇടാം പേഴ്സൻറ്റേജ് ഒക്കെ വെച്ചിട്ട്. അതെന്തോ PCT = ട്രൂ എന്ന് എന്തോ കൊടുക്കും. അതായത് എത്ര പെർസെൻറ്റേജ് സിമിലറായിട്ട് വരുന്നുണ്ട് ആ ഒരു ഇത്. അങ്ങനെ എന്തോ ഒരു 2-3 ടൈപ്പിലൊക്കെ ഉണ്ട് ഹീറ്റ് മാപ്പ്. നോർമലി ഇതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫീച്ചേഴ്സ് സെലക്ട് ചെയ്തിട്ട് അതിന് ഹീറ്റ് മാപ്പ് ഇടാം. ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് വെച്ച് കളക്ട് ചെയ്യില്ലേ, ആ എക്സ്ട്രോട്ട് കോളംസ് എന്ന് പറഞ്ഞിട്ട് കളക്ട് ചെയ്യും. അതേപോലെ ഫീച്ചേഴ്സ് നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് വെച്ച് കളക്ട് ചെയ്യില്ലേ, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഐലോക്ക് വെച്ചിട്ട് കളക്ട് ചെയ്യാം. അങ്ങനെ അത് ഓരോ യൂസ് കേസിനനുസരിച്ചിട്ടുണ്ടാവും ഈ ഒരു സെലക്ഷനും കാര്യങ്ങളൊക്കെ. ദെൻ ഹാൻഡ്ലിങ് കാറ്റഗറിക്കൽ വേരിയബിൾസ്, ഇതാണ് എൻകോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ്. 3ാമത്തെ ടൈപ്പ് പോളിനോമിയൽ എന്ന് പറയുമ്പോൾ അതിൽ ആക്ച്വലി ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് കമ്പൈൻ ചെയ്തിട്ട് പുതിയ ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇപ്പോൾ X1 X2 X3 എന്നുണ്ടെങ്കിൽ ഈ 3 കമ്പൈൻ ചെയ്തിട്ട് X4 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചർ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം ആ ഒരു ടൈപ്പിൽ. അത് ഒരുപാട് അങ്ങനെ വരില്ല. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ലോഗ് ട്രാൻസ്ഫോർമേഷൻ ഇടയ്ക്ക് യൂസ് ചെയ്യും. ആൻഡ് ഇങ്ങനത്തെ ടൈപ്പ് ഡാറ്റ വരികയാണെങ്കിൽ മാത്രം പോളിനോമിയൽ യൂസ് ചെയ്യും. ഈ ഒരു ലീനിയർ അല്ലാത്ത റിലേഷൻഷിപ്പ് വരില്ല, ആ ടൈമിൽ മാത്രം പോളിനോമിയൽ യൂസ് ചെയ്യും. ബാക്കിയുള്ളതിലൊക്കെ എൻകോഡിങ് യൂസ് ചെയ്യും. Machine learning models generally work with numerical data when we encounter categorical variables, color with values red, blue, green. We need to convert them to a numerical format. So മെഷീനിന് എപ്പോഴും ന്യൂമറിക്കൽ വാല്യൂസ് വെച്ചിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നതാണ് കംഫർട്ടബിൾ, ബെറ്ററായിട്ട് പെർഫോമൻസ് കിട്ടുന്ന അതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാറ്റഗറിക്കൽ വേരിയബിൾസ് കൺവേർട്ട് ചെയ്തിട്ട് ആ ഒരു ഒബ്ജക്റ്റ് ഫോർമാറ്റിൽ നിന്ന് ന്യൂമറിക്കൽ വാല്യൂസിലേക്ക് എടുക്കുന്നത്. അതിൻ്റെ അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഒരാളുടെ ഡയബറ്റീസിൻ്റെ പ്രഡിക്ഷന് അയാളുടെ നെയിം അത്യാവശ്യമുള്ളതല്ല, അങ്ങനെയൊക്കെയുള്ള വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ലോജിക്ക് വെച്ചിട്ട് റിമൂവ് ചെയ്ത് കളയാം. ഇപ്പോൾ ഈ ഫീച്ചർ സെലക്ഷൻ്റെ ഇത് പറഞ്ഞ പോലെ ആ ഒരു ഇത് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഈ കൺവേർട്ട് ചെയ്യാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, പെർഫോമൻസ് വരുന്ന ഫീച്ചേഴ്സ് മതിയല്ലോ. അങ്ങനെ ആലോചിച്ച് ചെയ്യുക. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് ആണെന്നുണ്ടെങ്കിൽ പ്രഡിക്ഷന് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടാണ് എൻകോഡിങ്ങിലോട്ട് ഈ ഒരു സംഭവങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഹിയർ ഈസ് വൈ ഹാൻഡ്ലിങ് കാറ്റഗറിക്കൽ വേരിയബിൾസ് ഈസ് ക്രൂഷ്യൽ. ചില ഫീച്ചേഴ്സ് കാറ്റഗറീസിലാണെന്നുണ്ടെങ്കിലും അത് ഈ ഒരു പ്രഡിക്ഷനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും പെർഫോമൻസിന്. ഇപ്പോൾ ഒരു പ്രഡിക്ഷന് കൺട്രി സ്കോർ എന്നുള്ളത് എഫക്റ്റീവ് ആണെന്ന് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ പുറത്ത് പോകണതിൻ്റെ എന്തെങ്കിലും പ്രഡിക്റ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ കൺട്രി വൈസ് അവരെ കാറ്റഗറീസ് ചെയ്യുന്ന വയ്ക്കുക. അപ്പോൾ കൺട്രിയിൽ നിന്ന് നടക്കുന്നത് ഇന്ത്യ എന്നുള്ളതാണ്, അല്ലെങ്കിൽ USA അല്ലെങ്കിൽ റഷ്യ, ആ ഒരു ടൈപ്പിലാണ്. അവരുടെ കൺട്രി സ്കോർ ആക്ച്വലി ഇതെന്നാണ് എടുക്കേണ്ടതെന്ന് വയ്ക്കുക. കൺട്രി വൈസ് എന്തെങ്കിലും സ്കോർ ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ആ ഒരു ടൈപ്പിൽ വരുമ്പോൾ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇപ്പോൾ
സ്ട്രിങ്ങിനെ ന്യൂമറിക്കലാക്കുന്ന ആ ഒരു ടൈപ്പാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് ടൈപ്പ് അല്ലെങ്കിൽ കാറ്റഗറി ടൈപ്പ് എന്ന് പറയും. അത് ഓരോ ടൈപ്പിലാണ് കൊടുക്കുക. അതാണ് ഈ ഒരു മൾട്ടിപ്പിൾ എൻകോഡിംഗ് ടൈപ്സ് വരുന്നത്. നമുക്ക് റാൻഡംലി കൊടുക്കാൻ പറ്റുന്നുണ്ട്, ആൻഡ് റാങ്കിങ് ഉള്ളപ്പോൾ കൊടുക്കുന്ന ടൈപ്സ് ഉണ്ട്. ആൻഡ് ഈ ഒരു 0-1 പ്രസൻ്റ് ആകുമ്പോൾ 1 വരുന്ന ഒരു ടൈപ്പൊക്കെ ഇല്ലേ, ബാക്കിയുള്ള 0 വരുന്നത്, അങ്ങനെയൊക്കെ. അപ്പോൾ ഓരോ ടൈപ്പിൽ അതും ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടാണ് കൊടുക്കുക. സോ ഇത് റാൻഡംലി ചൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ സംഭവം കംപ്ലീറ്റ് ആവും, പക്ഷേ അതിൻ്റെ പ്രോബ്ലംസ് പിന്നീട് അറൈസ് ആവും. ഇപ്പോൾ ഒരു റാങ്കിങ് ഉള്ള ഡാറ്റയിൽ നോൺ റാങ്കിങ് ഉള്ള പോലത്തെ ഈ ഒരു ലേബൽ എൻകോഡിങ് ചെയ്യാൻ നിൽക്കുക. ഈ ഫീച്ചേഴ്സിന് ഔട്ട്ലെയേഴ്സ് വരുമ്പോൾ അത് പ്രഡിക്ഷൻ അഫക്റ്റ് ചെയ്യില്ലേ, അതേപോലെ തന്നെ റാങ്കിങ് ഇപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഒരു സ്റ്റുഡൻറ്റിൻ്റെ ക്ലാസ്സിൻ്റെ സ്കോറിൻ്റെ ബേസിലാണ് റാങ്ക് ചെയ്ത് വെക്കുക. റാൻഡംലി അവർക്ക് സ്കോർ കൊടുത്തു. സോ ആ ഒരു സ്കോറിൻ്റെ റിലേറ്റഡ് ആയിട്ടാണ് എന്തെങ്കിലും പ്രഡിക്ഷൻ വരണമെങ്കിൽ അവർക്ക് ആ ഒരു റാങ്ക് റാൻഡംലി വന്നപ്പോൾ ആ ഒരു റാങ്ക് ചേഞ്ച് ആയില്ലേ, അവിടെ ഒരു പ്രോബ്ലം അറൈസ് ആയി. സോ ആ ഒരു ടൈമിൽ റാങ്കിങ് വരുന്ന ടൈപ്പ് എൻകോഡിങ് മാത്രം ഫോക്കസ് ചെയ്യും. അങ്ങനെ ഓരോ ടൈപ്പിന് ഓരോ ഇതാണ്. എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിസർവ് ഇൻഫർമേഷൻ, പ്രോപ്പർ എൻകോഡിങ് എൻഷുവേഴ്സ് വി ഡോണ്ട് ലൂസ് വാല്യൂബിൾ ഇൻഫർമേഷൻ. അതാണ് ഏത് ടൈപ്പ് ചൂസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സ്കെയിലിംഗ് ചൂസ് ചെയ്യുമ്പോൾ ഔട്ട്ലേഴ്സ് വരുമ്പോൾ റോബസ്റ്റ് സ്കെയിലിംഗ്, കുറച്ച് ഔട്ട്ലേഴ്സ് വരുമ്പോൾ സെഡ് സ്കോർ അല്ലെങ്കിൽ അതിന് തന്നെ പറയുന്നതാണ് സ്റ്റാൻഡേർഡ് സ്കെയിലിംഗ്. ഒരു ഡിസ്ട്രിബ്യൂഷനുള്ള റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ മിൻമാക്സ്. അപ്പോൾ ഇതിൽ ML വരുന്ന ഓരോ സാധനങ്ങളും അങ്ങനെ ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടാണ് ചൂസ് ചെയ്യുക. നമ്മൾ എന്താണോ മെത്തേഡ് യൂസ് ചെയ്യുന്നത്, ഡാറ്റ എന്താണോ അതിനനുസരിച്ചാണ് ആക്ച്വലി നല്ല പെർഫോമൻസ്. അതുകൊണ്ടാണ് നമ്മൾ ട്യൂണിങ് പോലും ചെയ്യുന്നത്. നമുക്ക് പ്രഡിക്ഷൻ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്നുകൂടി ബെറ്റർ ആക്കാനാണ് ട്യൂൺ ചെയ്യുന്നത്. സോ അതേപോലെ തന്നെയാണ് ഓരോ സംഭവങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ എൻകോഡിങ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർ ഇൻഫർമേഷൻ അവിടെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് മാത്രം നമ്മൾ ചൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റാൻഡംലി കൊടുത്താലും സംഭവം കംപ്ലീറ്റ് ആവും. പ്രോപ്പർലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ചെയ്യും. ദെൻ മോഡൽ കമ്പാറ്റബിലിറ്റി. മെനി അൽഗോരിതംസ് കനോട്ട് പ്രോസസ് നോൺ ന്യൂമറിക്കൽ ഡാറ്റ. അൽഗോരിതംസിന് ഒന്നുകൂടി ബെറ്ററായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ന്യൂമറിക്കൽ ഡാറ്റയിലാണ്. ഇമ്പാക്റ്റ് ഓൺ മോഡൽ പെർഫോമൻസ്. സോ ഈ പ്രോപ്പർ എൻകോഡിങ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ റാങ്കിങ് വൈസുള്ള എന്തെങ്കിലും പ്രഡിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് യൂസ് ചെയ്യുക. ഇപ്പോൾ നോർമലി ആ റാങ്കിങ് ഒന്നും അഫക്റ്റ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ലേബൽ എൻകോഡിങ്, അതിൻ്റെ എല്ലാത്തിനും ഒരു സെയിം പ്രയോറിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഹോട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിഡൻഡൻസി വരും. കാരണം ഓരോ കാറ്റഗറിക്ക് സെപ്പറേറ്റ് ഈ 0-1 ആ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യും. സോ ആ ഒരു ഇഷ്യൂസ് ഉണ്ട്. ദെൻ ടാർഗറ്റ് എൻകോഡിങ് വരുന്നുണ്ട്, ഫ്രീക്വൻസി എൻകോഡിങ്, അതായത് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ അതിനനുസരിച്ച് നമ്പർ കൊടുക്കുന്ന ആ ഒരു ടൈപ്പ് വരുന്നുണ്ട്. സോ ഇൻകറക്റ്റ് എൻകോഡിങ് ക്യാൻ ലീഡ് ടു ബയാസസ് ഓർ റെഡ്യൂസ് മോഡൽ അക്യുറസി. ന്യൂമറിക്കലിൽ നമുക്ക് എൻകോഡിങ് ചെയ്യണ്ടല്ലോ, റിഗ്രഷനിൽ ചെയ്യണ്ട. അപ്പോൾ അതുകൊണ്ടാണ് മോഡൽ അക്യുറസി റെഡ്യൂസ് എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ടൈപ്പ് മാത്രം. വർക്കാവില്ല. ചില മോഡൽസ് ഹാൻഡിൽ ചെയ്യും, അതിൻ്റെ ഇൻബിൽറ്റ് മെത്തേഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ബാക്കിയുള്ളത് എറർ അടിച്ച് അങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഇല്ല, നമ്മൾ ലാസ്റ്റ് ഈ ട്രാൻസ്ഫോം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത് യൂസ് ചെയ്യണില്ലേ, പ്രെഡിക്റ്റ് അതിൻ്റെ കൂടെ ഒരു ട്രാൻസ്ഫോം എന്നുള്ളതും കൂടിയും കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ അത് അവിടെ നിന്ന് അണ്ടർസ്റ്റാൻഡ് ആവും ഇതിന്. അപ്പോൾ അതിന് നമ്മൾ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നില്ല, ഇൻപുട്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ലാസ്റ്റ് അവിടെ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കോമൺ എൻകോഡിങ് ടെക്നിക്സ്. ലേബൽ എൻകോഡിങ് അസൈൻസ് ഈച്ച് കാറ്റഗറി എ യൂണിക് ഇൻറ്റീജർ. റാൻഡംലി നമ്മൾ ഈ എൻകോഡിങ് ചെയ്യുന്നതാണ്. 1 2 3 എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇപ്പോൾ കൺട്രീസിൻ്റെ ഇതാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ, USA, റഷ്യ, പാകിസ്ഥാൻ, അങ്ങനെ കുറച്ച് കൺട്രീസ് ഉണ്ട്. സോ അവിടെ
റാൻഡംലി നമ്മൾ നമ്പേഴ്സ് അസൈൻ ചെയ്യാണ് 1 2 3 4 എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ടൈപ്പാണ് ലേബൽ എൻകോഡിങ്. വേറെ അങ്ങനെ റാങ്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു കണ്ടീഷൻസും ഇല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഈ ഒരു ടൈപ്പ് അപ്ലൈ ചെയ്യും. ലേബൽ എൻകോഡിങ് സ്യൂട്ടബിൾ ഫോർ ഒറിജിനൽ ഡാറ്റ, ലോ, മീഡിയം, ഹൈ. റാൻഡംലി അങ്ങനെ അപ്ലൈ ചെയ്യുന്ന ഒരു ടൈപ്പ്. മേ ഇൻട്രൊഡ്യൂസ് അൺഇൻറ്റൻഡഡ് ഓർഡിനൽ റിലേഷൻഷിപ്പ് ഫോർ നോൺ ഓർഡിനൽ ഡാറ്റ. ആക്ച്വലി ഇങ്ങനെ 1 2 3 എന്ന് കൊടുത്താലും അവിടെ ഒരു ഇഷ്യൂ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഒരു റാങ്കിങ് എന്നുള്ള കൺസെപ്റ്റ് വരുമല്ലോ. ഇപ്പോൾ USA നേരെ പോയിട്ട് 1 എന്നുള്ളത് കൊടുത്തു, രണ്ടാമത് വരുന്നതാണ് ഇന്ത്യ എന്ന് വയ്ക്കുക. അവിടെ ഒരു റാങ്കിങ്ങിൻ്റെ വൈസ് ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വരിക എന്നുണ്ടെങ്കിൽ അതൊരു ഇഷ്യൂ ആണ്. അങ്ങനത്തെ നമുക്ക് മനസ്സിലാവാനൊക്കെ, പക്ഷെ അങ്ങനത്തെ വേറെ കേസസ് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ഡാറ്റ സെറ്റിൽ ഹൗസ് പ്രൈസിൻ്റെ പ്രൊഡിക്ഷനിൽ തന്നെ വേറെ എന്തെങ്കിലും ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയണം, അങ്ങനെ എന്തെങ്കിലും പ്രൊഡിക്ഷൻ ഉണ്ട് വയ്ക്കുക. നമ്മൾ റാൻഡംലി അങ്ങനെ ഒരു വേരിയബിളിനെ ചൂസ് ചെയ്തിട്ട് ആ ഫീച്ചറിനെ ചൂസ് ചെയ്തിട്ട് വരുന്ന വാല്യൂസിനൊക്കെ ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടു, റാൻഡംലി കൺവേർട്ട് ചെയ്തിട്ടു. ലേബൽ എൻകോഡിങ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് ആക്ച്വലി ഇതിൻ്റെ ഒരു ഇപ്പോൾ ഇൻകത്തിൻ്റെ ബേസിൽ ആൾക്കാരെ നോക്കൂലേ, കൂടുതൽ ശമ്പളം മേടിക്കുന്നവർ, ഒരു മിഡിൽ താഴത്തുനിന്നുള്ളവർ. സോ ആ ഒരു രീതിയിലുള്ള ഒരു ഫീച്ചറാണ് ഇതെങ്കിൽ ന്യൂമറിക്കലാണ്, പക്ഷേ ആ ഒരു രീതിയിലാണ് ഈ ഒരു കാറ്റഗറിക്കൽ കൺവേർഷൻ വരുന്നതെങ്കിൽ അത് ആക്ച്വലി ആ ഒരു റാങ്കിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്തത് കറക്റ്റായിരിക്കാം, പക്ഷെ ആ ഒരു റാങ്കിങ് വൈസ് ഒരു കോൺഫ്ലിക്റ്റ് വരിക എന്നുണ്ടെങ്കിൽ അതൊരു ഇഷ്യൂ ആണ്. റാങ്ക് എന്തെങ്കിലും ടൈപ്പിൽ ആ ഒരു പ്രൊഡിക്ഷൻ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ശമ്പളം ഇല്ലാണ്ട് എന്തെങ്കിലും കാറ്റഗറി വെച്ചിട്ടാണ് വരുന്നതൊക്കെ മാനേജേഴ്സ്. അപ്പോൾ അത് മാനേജേഴ്സ്, എംപ്ലോയീസ്, പിന്നെ HRs, ടീം ലീഡ് അങ്ങനെ വരികയെന്നൊക്കെ. സോ ഓൾറെഡി അവർക്കൊരു റാങ്കിങ് ഉണ്ട്. ഏറ്റവും ടോപ്പിൽ ചിലപ്പോൾ മാനേജേഴ്സ്, ഹയറാർക്കി ഉണ്ടാവില്ലേ. ആ ഒരു ഇതിൽ റാൻഡംലി ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇഷ്യൂസ് അറൈസ് ആവും. നമുക്ക് നോർമലി പ്രഡിക്ഷൻ ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷെ അങ്ങനെ റാങ്കിങ് വൈസ് ഡാറ്റ ഈ ഒരു ലേബൽ എൻകോഡിങ് യൂസ് ചെയ്തിട്ട് ചെയ്യാനെടുക്കാറില്ല. ആക്ച്വലി അങ്ങനെയാണ് ചെയ്യേണ്ടത്. ലേബൽ എൻകോഡിങ് യൂസ് ചെയ്ത് റാൻഡംലി ആ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ്. ആ ഒരു ഇഷ്യൂ ഉണ്ടാവും. ഇപ്പോൾ സെയിം കാറ്റഗറിക്ക് സെയിം എൻകോഡിങ് തന്നെ യൂസ് ചെയ്യുള്ളൂ. മാനേജർ എന്നുള്ളത് മൾട്ടിപ്പിൾ ടൈംസ് വരിക എന്നുണ്ടെങ്കിൽ ആൾക്ക് സെയിം നമ്പർ തന്നെ യൂസ് ചെയ്യുള്ളൂ. പക്ഷേ ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വരുന്ന സാധനത്തിന് 1 എന്നുള്ള റാങ്ക് കൊടുക്കുകയാണ്. ഇപ്പം ക്ലാസ്സിലെ സ്കോർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ആൾക്ക് 1 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതാണ് അങ്ങനത്തെ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ റാങ്കിങ് കുഴപ്പമില്ലാത്ത ഡാറ്റയിൽ ഇങ്ങനെ റാൻഡംലി കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിൽ മാത്രം ലേബൽ എൻകോഡിങ് യൂസ് ചെയ്യാം. മേ ഇൻട്രൊഡ്യൂസ് അൺഇൻറ്റൻഡ് ഓർഡിനൽ റിലേഷൻഷിപ്പ്. നമ്മൾ ചിലപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് മീൻ ചെയ്തിട്ടായിരിക്കില്ല ആ റാങ്കിങ് കൊടുക്കുന്നത്. പക്ഷെ ഇൻ കേസ് അങ്ങനെ വരിക എന്നുണ്ടെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യണം, ഒരു ഹയറാർക്കി അവിടെ ക്രിയേറ്റ് ചെയ്യണം നമ്മളായിട്ട്. ആ ഒരു ടൈപ്പ്. Then one hot encoding converts each category into a binary column, 1 for presence, 0 for absence. അതിൻ്റെ എക്സാമ്പിൾസ് വരുന്നുണ്ട്. അതായത് പ്രസൻ്റ് ആയതിന് 1 കൊടുക്കും, ബാക്കിയുള്ളതിന് 0 കൊടുക്കും, എന്നിട്ട് അത് ലിസ്റ്റിൽ റെപ്രസെൻ്റ് ചെയ്യും. ഇപ്പോൾ ഗ്രേപ്സ്, ആപ്പിള്, ഓറഞ്ച് ഉണ്ട്, 3 എണ്ണം ഉണ്ട്. അതിൽ ഗ്രേപ്സ് മാത്രമേ പ്രസൻ്റ് ഉള്ളൂ, ആപ്പിൾ ഓറഞ്ചും പ്രസൻ്റ് അല്ല. സോ ഇതിന് 1 കൊടുക്കും, ബാക്കിയുള്ളതിന് 0 കൊടുക്കും. പ്രസൻ്റ് ആയതിന് 1, ബാക്കിയുള്ളതിന് 0. അങ്ങനെ ഇതിപ്പോൾ ഗ്രേപ്സിൻ്റെ മാത്രമാണല്ലോ ക്രിയേറ്റ് ചെയ്തേക്കണേ. എഗെയിൻ ഒരു ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യും. അതിൽ ആപ്പിളാണ് പ്രസൻറ്റ്, അപ്പോൾ ഗ്രേപ്സും 0 ആക്കും, ഓറഞ്ച് 0. ഏതാണോ പ്രസൻ്റ് ഉള്ളത് അതിന് 1,
അല്ലാത്തതിന് സീറോ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുന്നുണ്ടോ അവിടെ? എക്സാമ്പിൾസ് വരുന്നുണ്ട്. ആ ഇപ്പോൾ ഈ ഒരു ടൈപ്പില്ലേ, അത് എക്സാമ്പിൾസ് വരുന്നുണ്ട്. ആ ഒരു ഡെഫിനിഷൻ മാത്രം ആദ്യം ജസ്റ്റ് നോക്കിയാൽ മതി. ദെൻ അടുത്ത ടൈപ്പാണ് സ്യൂട്ടബിൾ ഫോർ നോൺ ഓർഡിനൽ ഡാറ്റ. അങ്ങനെ ഓർഡറൊന്നും ഇല്ലാത്ത ടൈപ്പ് ഡാറ്റയിൽ റാൻഡമായിട്ട് കൊടുക്കുക. കാരണം എല്ലാത്തിനും ഒരേ പ്രിയോറിറ്റി ആണല്ലോ കൊടുക്കുന്നത്. ഇപ്പോൾ പ്രസൻറ്റ് ആയതിനൊക്കെ 1 കൊടുക്കുന്നുണ്ട്, പ്രസൻറ്റ് അല്ലാത്തതിന് എപ്പോഴും 0 കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു റാങ്കിങ്ങിൻ്റെ ഇഷ്യൂ വരുന്നില്ല. ദെൻ ടാർഗറ്റ് മീൻ എൻകോഡിങ് റിപ്ലേസസ് കാറ്റഗറീസ് വിത്ത് ദ മീൻ ഓഫ് ദി ടാർഗറ്റ്. ഇപ്പോൾ ഒരു ഹൗസിൻ്റെ പ്രൈസാണ് ചെയ്യണമെന്ന് വെക്കുക. പ്രൈസ് എന്തെങ്കിലുമൊക്കെയാണ് കാറ്റഗറിയിൽ ഉള്ളത് കൺവേർട്ട് ചെയ്യണമെന്ന് വെക്കുക. അപ്പോൾ മൾട്ടിപ്പിൾ കാറ്റഗറീസ് ഉണ്ട്. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ വാല്യൂ 25,000 ഉണ്ട്, ഒരെണ്ണത്തിൻ്റെ വാല്യൂ വേറൊരു 10,000 ഉണ്ട്. സോ മൾട്ടിപ്പിൾ ഈ സെയിം സംഭവങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഒരു ആവറേജ് വാല്യൂ വെച്ചിട്ട് സെയിം സംഭവം. ഇപ്പോൾ ഫുട്ബോളിന് വാച്ച് ടൈം ആണെന്ന് വയ്ക്കുക. വാച്ച് ടൈം 2 വട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എത്ര ഇപ്പോൾ ഹോട്ട്സ്റ്റാറിലൊക്കെ കാണിക്കില്ലേ 33.2 crore എന്നൊക്കെ IPL ടൈമിൽ. സോ അങ്ങനെ 2-3 കാറ്റഗറീസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് 3 കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് കണ്ടിട്ട് അത് വെച്ചിട്ട് ഒറ്റ കാറ്റഗറി ആക്കിയിട്ട് റിപ്ലേസ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ കൺട്രിയിൽ നിന്ന് എടുക്കുമ്പോൾ ഒരേ കോളത്തിൽ കൺട്രി പല വട്ടം വരുമല്ലോ, റിപ്പീറ്റഡ് ആയിട്ട് വരും. ഇന്ത്യ എന്നുള്ളത് 3-4 വട്ടം 5-6 വട്ടം ഒക്കെ വരാം. അതേപോലെ തന്നെ ഈ വാച്ച് ടൈം എന്നുള്ളത് 5-6 വട്ടം വരാൻ ചാൻസ് ഉണ്ടല്ലോ. സോ അതിൽ പല പല വാല്യൂസ് ആവും ഇതിന് കിടക്കുന്നത്, ഓരോ ഇതിനും കിടക്കുന്നത്. ഇപ്പോൾ ഈ കാറ്റഗറിയിൽ ഉള്ളതാണ് ഈ വാച്ച് ടൈം എന്നുള്ള എന്തെങ്കിലും ഒരു കാറ്റഗറി ആയിട്ടാണ് കിടക്കുന്നത്. അതിൻ്റെ ഒരു സെപ്പറേറ്റ് ഒരു കാണിച്ചു തരാം. ഇതിലിപ്പോൾ എന്തായിരുന്നു, ഹൗസിൻ്റെ പ്രൈസ് എന്തായിരുന്നു, ഇതിപ്പോൾ ഇതിൽ കിടക്കണില്ലേ ന്യൂയോർക്ക് എന്നുള്ളതിന് 2 വാല്യൂ കിടക്കുന്നുണ്ട്, 5 lakhും 5,20,000. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ ആവറേജ് കിട്ടുന്നത്. ആ വാല്യൂ വെച്ചിട്ട് ന്യൂയോർക്കിനെ അപ്ഡേറ്റ് ചെയ്യാം, ഒറ്റ കൗണ്ടായിട്ട് കാണിക്കുക. അതാണ് ടാർഗറ്റ് ഓർ മീൻ എൻകോഡിങ്. അത് ഏതിന് സെയിം പ്രിയോറിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഹോട്ട് കൊടുക്കുക. 1 ഹോട്ട് പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും ഈ സെൽസ് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ. ഇപ്പോൾ 1 ഹോട്ടിലെവിടെ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ന്യൂയോർക്ക് പ്രസൻ്റ് ആകുമ്പോൾ 001 എന്ന് കൊടുക്കുന്നുണ്ട്. ന്യൂയോർക്കിൻ്റെ ആ ഒരു പ്ലേസ് 1 ആണ്, ബാക്കിയുള്ള രണ്ടും പ്രസൻ്റ് അല്ല. ആൻഡ് ലോസ് ആഞ്ചലസ് എന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ പ്ലേസിൽ വരുന്നതിന് 1 കൊടുക്കുന്നുണ്ട്. ബാക്കി ഓരോന്നിനും ഈ ഒരു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ സെയിം ഈ ഒരു ഇതിൽ തന്നെ ആയിരിക്കും വരുന്നത്. അതായത് 1 എന്നുള്ള ഇപ്പോൾ ന്യൂയോർക്ക് എന്നുള്ള 1 ഹോട്ട് ഈ ഒരു ഫസ്റ്റത്തെ എന്തോ റിമൂവ് ചെയ്ത് കളയും. അല്ല, ഇതിൻ്റെ കൂടെ ഒരു ഇതും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യും. ലൈക്ക് ഇൻഡെക്സിങ് പോലെ ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യും, അത് മാത്രം കളയും, ബാക്കിയുള്ളത് ഇങ്ങനെ തന്നെ നടക്കും. ഡീപ്പ് ലേണിംഗ് നടത്താം. ഇത് ബൂളിയനായിട്ട് ഇങ്ങനെ ബൂളിയൻ ടൈപ്പിൽ 0-1 അങ്ങനെ വരില്ലേ. ഇപ്പം ഇതിന് ഓരോന്നിനും സെപ്പറേറ്റ് കോളംസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ഇഷ്യൂ. റിഡൻഡൻ്റായിട്ട് വാല്യൂസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ അങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഇതിൽ സിറ്റി ലോസ് ഏഞ്ചലസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ക്രിയേറ്റ് ചെയ്ത്, സിറ്റി ന്യൂയോർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു.
സോ ആ ഒരു 0 1 അല്ലെങ്കിൽ ഒരു ബൂളിയൻ ടൈപ്പ് തന്നെയാണ് എപ്പോഴും വരിക എല്ലാത്തിനും. അത് ജസ്റ്റ് റെപ്രസെൻ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഈ ഒരു ഇങ്ങനെ എല്ലാത്തിനും ഓരോ കോളംസ് ക്രിയേറ്റ് ചെയ്യണം. അതായത് 3 കോളംസ് എല്ലാത്തിലും ക്രിയേറ്റ് ചെയ്യണം. ഓരോന്നിനും ഓരോ കോളം അല്ല. ഇപ്പം 3 വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ 3 കോളം വരും. ഇപ്പം ന്യൂയോർക്കും ലോസ് ആഞ്ചലസും മോസ്കോയോ എന്തെങ്കിലും എന്താണെന്ന് വയ്ക്കുക, എല്ലാത്തിനും 3 കോളം വെച്ച് വരും. അപ്പോൾ അത്രയും സ്പേസ് പോവില്ലേ, ഡാറ്റ സെറ്റിൻ്റെ സൈസ് കൂടുമല്ലേ, അതാണ് ഒരു ഇഷ്യൂ. പക്ഷേ ഇതിൽ ആക്ച്വലി ആ ഒരു റാങ്കിങ്ങിൻ്റെ ഇഷ്യൂ വരില്ല. എല്ലാത്തിനും വരുന്നതിന് ആ ഒരു 1 കൊടുക്കുന്നുണ്ട്, ബാക്കിയുള്ളതിനൊക്കെ ഈക്വലായിട്ടല്ലേ ട്രീറ്റ് ചെയ്യണം 0 എന്ന് പറഞ്ഞിട്ട്. അത് മാത്രമേ ഉള്ളൂ. ഇത് അപ്ലൈ ചെയ്ത് ആക്ച്വലി അത് അവിടെ വരുന്നുണ്ട്, എന്നിട്ട് അതൊന്ന് സെലക്ട് ചെയ്യുക. അതായത് എല്ലാത്തിനും 3 കോളംസ് വെച്ച്, അതാണ് അതിൻ്റെ ഒരു ഡൗൺ സൈഡ്. കാരണം ഇത്രയും കോളംസ് വരുമ്പോൾ ഇപ്പോൾ ഒരു 1 മില്യൺ ഡാറ്റ ഉണ്ടെന്ന് വയ്ക്കുക, ഈ 3 കോളം ഇൻറ്റു 1 മില്യൺ റോസ് എഗെയിൻ ഇൻട്രൊഡ്യൂസ് ആവുകയാണ്. അത് തന്നെ 10 കോളം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 10 അങ്ങനെ വരില്ലേ. ഇപ്പം ഇതിൽ 3 എണ്ണം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, 3 എണ്ണം വെച്ചേ വരുന്നുള്ളൂ. ഒരു ഇത് ചെക്ക് ചെയ്യുമ്പോൾ 10-20 കോളം എന്നുണ്ടെങ്കിൽ 10-20 ഫീച്ചർ ആണെന്നുണ്ടെങ്കിൽ അത്രയും കോളംസ് ക്രിയേറ്റ് ചെയ്യണ്ടേ 1 വോട്ട് കിട്ടാം. സോ ആ ഒരു ടൈമിൽ 1 വോട്ട് ഇടില്ല. കുറേ അങ്ങനെ ഇപ്പോൾ 300-400 ഫീച്ചറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കാറ്റഗറിയിൽ ഉള്ളതെങ്കിൽ ആ ഡാറ്റ സെറ്റിൻ്റെ സൈസ് അതിനനുസരിച്ചിട്ട് കൂടും. ഇപ്പോൾ ഓരോ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനും ഇത്ര ബിറ്റ്സ് എന്ന് കണക്കുണ്ടല്ലോ. ഇപ്പോൾ ഇൻറ്റ് 64-ൽ 4 ബിറ്റ്സ്, ഫ്ലോട്ടിൽ 8 ബിറ്റ്സ്, ആ ഒരു ടൈപ്പിലൊക്കെ ആയിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ ഇത് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ ഏതാണ് ആ ഒരു ഡാറ്റ ടൈപ്പ് എന്നുള്ളതും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എത്തിയില്ല. അതായത് ഇത്രേ ഉള്ളൂ. ഇത് റാങ്കിങ് അങ്ങനെ പ്രിയോറിറ്റി കൊടുക്കാൻ ഇല്ലാത്ത ഡാറ്റയിൽ കുഴപ്പമില്ല, റാങ്കിങ് അങ്ങനെ കാണിക്കില്ല. ഇതിൽ എല്ലാത്തിനും 0 1 ഒക്കെ ആയിട്ട് തന്നെ കൊടുക്കുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഇതേപോലെ ഇങ്ങനെ മൾട്ടിപ്പിൾ കോളംസ് എപ്പോഴും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 3 സിറ്റീസ് ആണുള്ളെങ്കിൽ 3 കോളംസ്, 30 സിറ്റീസ് ആണുള്ളെങ്കിൽ 30 കോളംസ്. പ്രസൻ്റ് ആവണതിന് മാത്രം 1, ബാക്കിയുള്ളതിനൊക്കെ ഫാൾസ്. എന്താടാ ഉറക്കം വരുന്നുണ്ടോ? പിന്നെ യൂസ് ചെയ്യുന്നത് ഫ്രീക്വൻസി എൻകോഡിങ് എന്നുള്ളത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ലിസ്റ്റിൽ 6 എന്നുള്ളത് 3 വട്ടം 4 വട്ടം റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കുക, അത് ന്യൂമറിക്കലാണെങ്കിൽ ആ ഒരു കൺട്രി തന്നെ 3-4 വട്ടം റിപ്പീറ്റ് ആവുന്നുണ്ട് വയ്ക്കുക. സോ അതിനെ എത്ര വട്ടം റിപ്പീറ്റ് ആവുന്നുണ്ട് എന്നുള്ള ആ ഒരു ഫ്രീക്വൻസി വെച്ചിട്ട് എൻകോഡ് ചെയ്തെടുക്കാം. റിപ്ലേസസ് കാറ്റഗറീസ് വിത്ത് ദെയർ ഫ്രീക്വൻസീസ് ഇൻ ദ ഡാറ്റ സെറ്റ്. സിമ്പിളായിട്ട് അതാണ് ഫ്രീക്വൻസി എൻകോഡിംഗ് എന്നുള്ളത്. ദെൻ ബൈനറി എൻകോഡിംഗ് combines label encoding and one-hot encoding to reduce dimensionality. Binary encoding എന്താണെന്ന് എക്സാമ്പിൾ? ഈ ലേബൽ എൻകോഡിങ്ങും 1-hot ഇല്ലേ, അതിനിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും, ബൈനറിക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ബൈനറി എൻകോഡിങ്. അപ്പോൾ ആദ്യം ഒരു റാങ്കിങ് കൊടുക്കും, 1 2 3 4 എന്ന് പറഞ്ഞിട്ട് റാങ്കിങ് കൊടുക്കും. അതിന് തന്നെ ഈ 1 എന്നുള്ളതിനെ 0 0 1 എന്ന് റെപ്രസെൻ്റ് ചെയ്യും, 2 എന്നുള്ളതിനെ ബൈനറിയിൽ റെപ്രസെൻ്റ് ചെയ്യില്ലേ നമ്പേഴ്സിനെ, അതിലേക്കാക്കും.
വേറെ 1-2 ടൈപ്പും കൂടി ഉണ്ട്. ആക്ച്വലി ഇത്രയൊക്കെ നോക്കിയാൽ മതി. 5 നോക്കട്ടെ. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കുക. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എടാ അഷ്മോളൊക്കെ നിന്റെ ബാച്ചാണോ? വേറെ കുറേ എണ്ണുണ്ട്. എന്താ ഗോട്ടിനോ എന്തോ ഒരു ഇടിക്കോ ഏതൊരു 4-5 ഉണ്ട്. പിന്നെ അതൊക്കെ ഉണ്ട്. അങ്ങനെ എന്തൊക്കെ പേര്. എടാ കോഡ നോട്ട് ഇട്ട് തന്ന് കോഡാണോ നോട്ടാണോ ഇട്ട് തന്ന് അന്ന് ഒരു ലിങ്ക് തന്നില്ല. നോട്ടായിരുന്നോ? കോഡ് വന്നിട്ടില്ല. എടാ ഇതാ മറ്റേ പ്രോജക്റ്റ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ചെയ്ത അത് റൺ ചെയ്യിക്കാനുണ്ട്. മറ്റേ ഡീപ്പ് ഫേക്ക് പ്രൊഡിക്റ്റ് ചെയ്യില്ലേ? ഡീപ്പ് ഫേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഫേസ് സ്വാപ്പൊക്കെ ചെയ്യില്ലേ? അതായത് ഡിറ്റക്ഷനല്ല, സ്വാപ്പ് ചെയ്യുന്നൊക്കെ ഇല്ലേ? ഇപ്പോൾ ഒരാളുടെ ഫേസ് എടുത്തിട്ട് വേറൊരാളുടെ വെക്കുന്ന ആ ഒരു ടൈപ്പ്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. കുറച്ച് എറർ ഇതൊക്കെ ഉണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അക്യുറസി ഡ്രോപ്പ് ആവുന്നുണ്ട്. അത് എല്ലാവർക്കും ഡ്രോപ്പ് ആവുന്നുണ്ട്. പ്രീ പ്രോസസ്സിങ്ങോ? ഇത് പ്രീ ട്രെയിൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. ഓൾറെഡി ട്രെയിൻ ചെയ്ത് വെച്ച മോഡൽസ് ഉണ്ടാവില്ലേ? പക്ഷെ അതിൽ അക്യുറസി ഡ്രോപ്പ് ആവുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. അതായത് ഇപ്പം നമുക്ക് സ്ക്രാച്ച് ഒന്ന് ബിൽഡ് ചെയ്യണ്ട. ഡീപ്പ് ലേണിങ് LLMs വരുമ്പോൾ ഫൈൻ ട്യൂണിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മോഡൽസ് ഉണ്ടാവും. ആ മോഡൽസ് എടുത്തിട്ട് നമ്മൾ ചില ലെയേഴ്സ് മാത്രം ചേഞ്ച് ചെയ്യും. അതിൻ്റെ ഹെഡ് എന്ന് പറയും. ആ ഒരു സാധനം മാത്രം ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോഡലിനെ ഇംഗ്ലീഷിൽ കംപ്ലീറ്റ്ലി ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് വയ്ക്കാം. അതിന് ഇംഗ്ലീഷിൻ്റെ എല്ലാ സാധനങ്ങളും അറിയാം. പക്ഷെ നമുക്കതിനെ യൂസ് ചെയ്യേണ്ട ഒരു കോൺവെർസേഷണൽ ഏജൻ്റ് ആയിട്ടാണ്. സോ ആ ഒരു സാധനം എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. സോ അതിൻ്റെ ആ ഒരു നോളേജ് ആ പാർട്ട് അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഈ സ്കിൽസും കൂടിയും കൊടുക്കുമ്പോൾ അത് കമ്പൈൻ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് അത് വർക്ക് ചെയ്യും. ഇപ്പോൾ നമ്മുടെ യൂസ് കേസിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ആ ഒരു മോഡലിനെ ന്യൂസ് റീഡർ ആക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേൺസ് എങ്ങനെയാണെന്നുള്ളത് അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓരോ ലെയറിൽ കോംപ്ലക്സ് ആയിട്ട് വരുന്നത് പറഞ്ഞില്ലേ ന്യൂറൽ നെറ്റ്വർക്കിൽ. അപ്പോൾ ഒരു ലെയർ അൺഫ്രീസ് ചെയ്യുക പറയും.
അൺഫ്രീസ് ചെയ്തിട്ട് നോർമലി ഇതിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു വെയ്റ്റ്സ് എന്ന് പറഞ്ഞില്ലേ ഇൻഫർമേഷൻ ഷെയറിങ്, അതിലാണ് അപ്ഡേറ്റ് വരുത്തുക. ഇതിൻ്റെ ഈ പ്രീ പ്രോസസ്സിങ് സ്റ്റെപ്സ് സെയിം ആയിരിക്കും. ഈ ML ഉള്ള പോലെയല്ല. ഇപ്പോൾ ഒരു ഇമേജ് എടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു സാധനം ഡിറ്റക്റ്റ് ചെയ്യണം എന്ന് വയ്ക്കാം. സോ അതിൻ്റെ ഫസ്റ്റ് ലെയറിൽ നോർമലി 3-4 ലെയറൊക്കെ ഉണ്ടാവുള്ളൂ ചെറിയൊരു മോഡലിന് CNN. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ലെയറിൽ ആക്ച്വലി അതിൻ്റെ ഇപ്പോൾ ഇതാണ് ഇമേജ്, എന്തെങ്കിലും ഒരു ഇമേജ് ആക്ച്വലി നമുക്ക് കാണുന്ന ഇമേജസ് ഇല്ലേ, നമുക്ക് ഫോട്ടോ ആയിട്ട് അങ്ങനെ കാണാം. ഈ മോഡൽസ് അതിനെ കാണുന്നത് പിക്സൽസ് ആയിട്ടാണ്. പിക്സൽസ് എന്ന് പറഞ്ഞാൽ അതിന് വിസിബിളായിട്ട് കാണുകയല്ല, ആ വാല്യൂസ് കാണിച്ചു തന്നില്ലേ. 0 വരുമ്പോൾ ബ്ലാക്ക് ആൻഡ് 0 to 255 വരെയാണ് അതിൻ്റെ റേഞ്ച് ഉണ്ടാവുക. സോ ഇതിൽ ആദ്യം ചെയ്യുന്നുണ്ടാവുക ഒരു ലെയറിൽ ഈ ബേസ് ആയിട്ടുള്ള ഈ ഒരു എഡ്ജസും സാധനങ്ങളൊക്കെ ഇല്ലേ, അത് ഡിറ്റക്റ്റ് ചെയ്യുക. ഏറ്റവും പുറമേ ഉള്ളത് ഷേപ്പ് എഡ്ജസ്. രണ്ടാമത്തേൽ വരുമ്പോൾ കുറച്ചുകൂടിയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇത് വരും. അതിൻ്റെ ആ ഒരു റീജിയൻസ്, ബ്രൈറ്റർ റീജിയൻസ് അല്ലെങ്കിൽ ഡാർക്കർ റീജിയൻസ് ഡിറ്റക്റ്റ് ചെയ്യും. മൂന്നാമത്തേൽ വരുമ്പോൾ ഇത് എന്തെങ്കിലും ഒരു പിക്ചർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കോംപ്ലക്സിറ്റി കൂട്ടിയിട്ട് ആ പിക്ചറിൻ്റെ ഫീച്ചേഴ്സ് ഇല്ലേ, ആ ഫീച്ചേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യും. ആൻഡ് അതിലും കൂടുതൽ പോകുമ്പോൾ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യില്ലേ, ആ ഒരു രീതിയിലായിരിക്കും ഈ ഒരു ലെയേഴ്സ് ന്യൂറൽ നെറ്റ്വർക്കിൽ അപ്ഡേറ്റ് ചെയ്യുക. സോ ഇതിൽ എവിടെയെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തണമെന്ന് വയ്ക്കുക. ഫസ്റ്റത്തെ 3 സ്റ്റെപ്പ് ആ ഒരു ഫീച്ചർ വരെയുള്ളത് എല്ലാത്തിലും ചെയ്യുന്നതെന്ന് വയ്ക്കുക. അത് ഒരു മോഡലിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലാസ്റ്റത്തെ സ്റ്റെപ്പിൽ മാത്രമാണ് എന്തെങ്കിലും ചേഞ്ച് വരുത്താനുള്ളത്. സോ ആ ഒരു ലെയർ അൺഫ്രീസ് ചെയ്തിട്ട് അതിൻ്റെ ന്യൂറോൺസിൻ്റെ വെയ്റ്റ്സിൽ അപ്ഡേറ്റ് ചെയ്യുക. കുറച്ച് പണികളാണ് ഡീപ്പ് ലേണിങ്ങിൽ. ആൻഡ് LLMസിലാവുമ്പോൾ ഇത് ചെയ്യുന്നത് സെയിം രീതിയിൽ പ്രീ പ്രോസസ്സിങ് സ്റ്റെപ്സ് 3-4 അങ്ങനെ കീപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ ആ ഒരു ഇതൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. കോൺവെർസേഷൻ ഏജൻറ്റ് ഏത് ലെയറിലാണോ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അവിടെ മാത്രം ചേഞ്ച് വരുത്തും. ചിലപ്പോൾ ലാസ്റ്റത്തെ ആ ഒരു ലെയറിലൊക്കെ ആയിരിക്കും. അങ്ങനെ ചേഞ്ചസ് മൾട്ടിപ്പിൾ ലെയേഴ്സിലും വരുത്താം. ആ ഒരു വെയ്റ്റ്സ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പ്രോസസ്സ്. പ്രീ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഈ ഒരു ടാസ്കിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് ഡാറ്റ സെറ്റിൽ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് അതിനെ എടുക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾസും കൂടി ഞാൻ കവർ ചെയ്തിട്ട് നിർത്താം. പെട്ടെന്ന് പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞു തന്നെ ഉള്ളൂ. ലേബൽ എൻകോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് എൻകോഡിംഗ്. യു അസൈൻ എ യുണീക്ക് നമ്പർ ടു ഈച്ച് വേർഡ്. ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട്സ് ആപ്പിൾ, ബനാന, ഓറഞ്ച് എന്ന് എടുക്കുകയെന്നുണ്ടെങ്കിൽ ലേബൽ എൻകോഡിങ്ങിൽ ആപ്പിളിന് 0 കൊടുക്കുന്നു, ബനാനയ്ക്ക് 1 കൊടുക്കുന്നു, ഓറഞ്ചിന് 2 കൊടുക്കുന്നു. ആ ഒരു ടൈപ്പ് എൻകോഡിംഗ് ആണ് ലേബൽ എൻകോഡിംഗ്. ഒരു യുണീക്ക് വാല്യൂ ഓരോന്നിനും കൊടുത്തു കൊടുക്കും. വാട്ട് ഈസ് ലേബൽ എൻകോഡിംഗ്? എന്താണ് പറ. റെഡിന് വേണോ? പറ. ലേബിൾ കോഡ് ചെയ്യുന്ന ശരി, എക്സാമ്പിൾ പറ.
അത് വണ്ണോട്ടാ. പറ. നോട്ടുണ്ടോ എൻ്റെ കയ്യിൽ? ഇല്ലല്ലോ, നോട്ടില്ലല്ലോ. സെർച്ച് ചെയ്യണോ? അറിയോ? സത്യം പറ, അറിയോ? നീ ഇൻ്റർവ്യൂവിന് പോയിട്ട് എങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അറ്റ്ലീസ്റ്റ് എക്സാമ്പിളെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും പറയും. എന്താണ് ഒക്കെ നോക്കിയിരി. ഈ സാധനം മനസ്സിലായിട്ടില്ലെങ്കിൽ നീ എങ്ങനെ കോഡ് ചെയ്തും? വെറുതെ കോൾ ചെയ്യൂ. എപ്പോഴെന്താ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നീ എങ്ങനെ കോഡിലേക്ക് ആക്കും? സംഭവം ഇത് വൺ ഹോട്ട് അല്ലെങ്കിൽ ലേബിളിൽ നിന്ന് കോൾ ചെയ്യാനേ ഉള്ളൂ, വേറെ സംഭവമൊന്നുമില്ല. പക്ഷേ എവിടെ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നീ എങ്ങനെ ഇന്നതാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയും? എനിക്ക് വേണമെങ്കിൽ വെറുതെ പറഞ്ഞു വിട്ടു പോയത് നിനക്ക് നോക്കാതിരിക്കാൻ എന്നെ ബാധിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. നോക്കാതിരിക്കുമ്പോൾ പിന്നെയും നിനക്ക് കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോഴേ അതിൻ്റെ അത് അറിയും. പിന്നെ നീ പോയി എവിടെയെങ്കിലുമൊക്കെ തപ്പി കണ്ടുപിടിക്കണം. ഇടയ്ക്ക് നോക്കിയിരിക്കുക എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അത് 2 വട്ടം എന്തോ പറഞ്ഞിട്ടുണ്ട്. ഫൈൻ. അതായത്